Students, good morning. Good morning. കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ് സാർ, കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ. ഞാൻ ആദ്യം നമ്മുടെ ഗായോ ഫിറ്റ്നസ് അക്കാദമിയുടെ CEO ദിലീപ് സാറിനൊന്ന് പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിലീപ് സാറ് കുറച്ച് നേരം ഈ ക്ലാസ്സിൽ ഉണ്ടാവും. സാർ ഭയങ്കര തിരക്കിലാണ്. ഇപ്പോൾ UAE-ലാണ്. UAE-ൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൾറെഡി പിലാറ്റസ് കോഴ്സ് മറ്റോടെ സ്റ്റാർട്ട് ചെയ്തു. UAE-ൽ പല ദുബായിലും സൗദിയിലും മസ്കറ്റിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ കോഴ്സുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഗായോ ഫിറ്റ്നസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സാർ അതുമായി നല്ല തിരക്കിലാണ്. അപ്പൊ സാർ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. സാറ് ദിലീപ് ഹെബ്ലെ സാറാണ്. ആള് ഒരു ex-IPS ഓഫീസർ ആണ്. ex-IPS ഓഫീസറാണ്. ഒരു IPS ഉദ്യോഗം 6-7 വർഷം അദ്ദേഹം IPS-ൽ ജോലി ചെയ്ത് വളരെയധികം റെപ്യൂട്ടേഷനും ഇമേജും ഒക്കെ ഉള്ള ഒരു ജോലി അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് ബേസിക്കലി അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആണ്. ഇന്ത്യ ഇന്റർനാഷണൽ ഒരു സ്പോർട്സ്മാൻ ആണ്. 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാൾക്ക് സാധാരണ രീതിയിൽ എന്താ പറയുക മറ്റ് ഇതര മേഖലകളിൽ ജോലി ചെയ്യുക, പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ റിലാക്സേഷനും ഇല്ലാത്തൊരു ജോലി ചെയ്യാന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആർക്കും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാർ ഒരു 6-7 വർഷം ആ ജോലിയിൽ ഏർപ്പെട്ടതിന് ശേഷം സാറ് ഒരു ധീരമായ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അതായത് ഒരു എഡ്യൂക്കേഷൻ രംഗത്തേക്ക് മാറുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് എന്താ പറയാ സാറ് ഒരു 27-28 വർഷം മുമ്പ് അമേരിക്കൻ കോഴ്സുകളുടെ ഒരു എന്താ പറയാ അമേരിക്കൻ കോഴ്സുകൾ തുടങ്ങിക്കൊണ്ടാണ് സാർ ഈ രംഗത്തേക്ക് വരുന്നത്. ISSA പോലുള്ള വളരെ വേൾഡ് പോപ്പുലർ ആയിട്ടുള്ള അമേരിക്കൻ കോഴ്സുകളുടെ ഏറ്റെടുത്തുകൊണ്ടാണ് ആള് ഇന്ത്യയിലും ഏഷ്യയിലും മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചാണ് സാർ ഈ രംഗത്തേക്ക് ഈ മുന്നേറ്റം നടത്തി വന്നത്. ഞാൻ റെയിൽവേയിലായിരുന്നു. സാറിന് പല വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഞാൻ അമേരിക്കൻ കോഴ്സ് ഞാനും ഒക്കെ എടുത്തിട്ടുള്ളത് സാറിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ വളരെ ഊഷ്മളമായ ബന്ധമാണ് 10-20 വർഷമായിട്ട് സാറായിട്ട് ഉള്ളത്. ഞാൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഫുൾ ടൈം സാറ് എൻ്റെ ഗായോ ഫിറ്റ്നസ് അക്കാദമിയുമായി സഹകരിച്ച് ഫുൾ ടൈം ഇതിൽ വർക്ക് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം സാറ് ചുമ്മാ ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ ചുമ്മാ ഒരു CEO ഗായോ ഫിറ്റ്നസ് അക്കാദമിയുടെ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്നതിനേക്കാൾ ഉപരി ഇപ്പോഴും സാറിന് ഒരു 73-74 വയസ്സുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഭയങ്കര സ്പോർട്ടീവ് എനർജി സാറിന് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവ്. സാറ് അടുത്ത കാലത്ത് വരെ എവറസ്റ്റ് കൊടുമുടി ഒരു 3-4 ടൈംസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 23,000-24,000 അടി സാറ് എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ക്രിഡൻഷ്യൽസ് ഉള്ള ഒരു വ്യക്തിയാണ് സാറ്. മറ്റൊരു കാര്യം, ഞാൻ സാറിനെ ഈ പറഞ്ഞ ഇതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ആദരിക്കുകയും സാറിന്റെ കൂടെ ഞാൻ ഇത്രയും കാലം ഞാൻ കുറെ വർഷങ്ങളായി സാറായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്താ പറയാ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടും ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. അപ്പം സാറിന്റെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂടെ നിന്ന് പോകാനുള്ള എന്നെ നയിക്കുന്ന അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സാറിന്റെ എന്താ പറയാ അൺവൈവറിങ് സപ്പോർട്ട് എന്നത് മാത്രമല്ല, ഈ കോഴ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് അറിയാം, നാട്ടിലെ എല്ലായിടത്തും പല തരത്തിലുള്ള കോഴ്സുകൾ ഈ രാജ്യത്തും പുറത്തും അത് നല്ലതും ചീത്തയും പലതും ഉണ്ട്. പക്ഷെ ഒരു എന്താ പറയാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി യൂണിവേഴ്സിറ്റി, അതും UGC റെക്കഗ്നൈസ്ഡ് NAAC ഗ്രേഡ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി, അതായത് ബോംബെ യൂണിവേഴ്സിറ്റി, അത് ഇന്ത്യയിലെ 3 ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള. അതിന്റെ ഒരു കോഴ്സ് അവിടുത്തെ ഒരു BPCA CPE കോളേജുമായി കൈകോർത്ത് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ടെക്നിക്കലി പറഞ്ഞാൽ നിങ്ങൾ കോളേജ് സ്റ്റുഡൻ്റ് ആണ്, വേറൊരു പ്രൈവറ്റ് അക്കാദമി സ്റ്റുഡൻറ് മാത്രമല്ല. കാരണം പല കാര്യങ്ങളും തുടർന്ന് നമ്മൾ പറയും. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് സാറിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നല്ലൊരു 1-ാം തരം കോഴ്സ് പഠിച്ച് ഒരു ഫിറ്റ്നസ് പ്രൊഫഷണൽ ആകാൻ നിങ്ങൾക്ക് യോഗവും ഭാഗ്യവും ഉണ്ടായതിന്റെ പ്രധാന കാരണം സാറ് മാത്രമാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് ഇത് എന്താ പറയാ മുന്നോട്ട് പോകുന്ന 27 വർഷമായി. പക്ഷെ ഇന്ന് വരെ മറ്റൊരാൾക്ക് ഇതുപോലെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ
കോഴ്സ് നടത്താൻ മറ്റുള്ളവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ബഹുഭൂരിപക്ഷവും എന്ന് തന്നെ ഞാൻ പറയട്ടെ പ്രൈവറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ആണ് നടക്കുന്നത്, ഈ രാജ്യത്തായാലും പുറത്തായാലും. അവിടെയാണ് നമ്മളുടെ ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി, ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സാറിന്റെ ഞാൻ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. കാരണം ഇതിന് ചെറിയ വാല്യൂ അല്ല. കാരണം ഞാനൊക്കെ പഠിച്ചു വളർന്ന കോളേജുകളായാലും മറ്റുള്ളതായാലും കൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക്, പഠിച്ചിട്ടുള്ള നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും എന്താണ് ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷനുള്ള ഒരു എന്താ പറയാ ഒരു എഡ്യൂക്കേഷന്റെ ഒരു പ്രത്യേകിച്ച് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് നമ്മൾ മാനിക്കുന്നു, വിലമതിക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് സാറിനുള്ളതാണ്. ഓവർ ടു സാർ. ഇനി സാർ Okay, good morning all. Thank you, Bashir sir. As usual, you're very generous about my accomplishments. And of course, all of you in Kerala know the reputation and brand image of Bashir sir. He's not only a internationally famous bodybuilder, but he's one of those few bodybuilders who is not only into bodybuilding, he was also into power and weightlifting. So if there's a strength athlete, not just bodybuilder, it is Bashir sir. So when he teaches or when he puts a post on Instagram, listen to what he says. He has got a lot of experience and knowledge. And therefore, I will say more than anything else, God has blessed us, or God has blessed you, because Bashir sir is going to be teaching a fair amount of practical training and a lot of other things. So anyway, so welcome to our Gaio Fitness family. And I'll be here only for 5-10 minutes because, as Bashir sir would have told you, I am right now sitting in Dubai. I had to go for some meetings with Reps UAE and then E-Reps and all kinds of things. We are starting our course. We already started Pilates courses in Dubai. We are approved by Reps UAE for our personal trainer course for Pilates. Now I'm expecting approval for our yoga course. So there's a lot of work that we're doing in not only Dubai, UAE, also in Kuwait. Probably end of this month, we start a course in Kuwait. And we already started to work in Singapore and hopefully next month in Jakarta, that's in Indonesia. And of course, in India, apart from Kerala, we teach, my God, across the country, right from Aizawl in Mizoram to Kolkata, Mumbai, of course, Delhi, Chandigarh. So we are truly a national and an international academy. And as Bashir sir told you, yes, we are a private academy, but the only academy in India which has got university partnerships. Why do we have university partnerships? It is because we can guarantee to you, or your certificate which you will get at the end of your course guarantees that you have got that certificate because you deserved it. We do not sell certificates. You have really worked hard for it. You passed the exams, and that's why 30% of our students are working abroad, not just in India. We are very strict with our exams. We are very strict with our attendance. We are strict with our assessment sheets. There are certain terms and conditions that you need to follow. It's like any other college, okay? And the point is, we follow the standards of not only Mumbai University, but also E-Reps, Reps UAE, SIMSPA in UK, and a lot of other international bodies. So when somebody teaches you in the class, whether it's Mini Madam or Bashir sir or Shahala ma'am or Ajina, Dr. Ajina from Trivandrum, expect to get the best of knowledge, okay? We select our faculty in a very, very strict manner. Everybody cannot teach. I'm seeing it in Dubai here. Anybody can start an academy. We are the only people here in Dubai who have specialized faculty members with 10, 15, 20 years of experience. It's very interesting. Here one person teaches everything. In India, we don't do like that. I am not an expert. I used to be. Well, I've forgotten nutrition now. I am not an expert in nutrition, so I will not teach nutrition. I will have Shahala ma'am teaching you. Just as Bashir sir is a sports medicine diploma holder and got 35, 40 years of experience in strength training. So he will teach you weight training and strength training. I will not, because I'm too old now. At the age of 70, I'm not teaching much. So I can guarantee you one thing. You get fantastic knowledge through our academy. Number one. Number two, your certificate is accepted and recognized in not just India and UAE. It is recognized in 55 countries.
We have students, our students who are working in Norway, Germany, Canada, Australia, wherever. Although I personally feel India is the best place to make money. But then that is for you people to decide where you want to go in your young life. You are all youngsters. You can go wherever you want. But rest assured that our certificate has got value across the world. Okay. And for that, of course, you have to work hard. There'll be home assignments, case studies. There'll be study groups in WhatsApp. Viva Voce interviews that, of course, Bashir sir will explain to you during the course. So welcome to our Gaio Fitness Academy family. Okay. And from now on, although I may not speak to you directly much, be in touch. Bashir sir will share my telephone number with you. And any difficulty in terms of your career, especially career, I'm there to help you out. But there's one thing I have which most people do not have, and that is experience. I have more than, apart from the IPS and all that, okay, but I still have 47, 50 years of experience in fitness. Okay. So keep that in mind. I'm always there to help you, guide you. And we are not here to fail you or not give you trouble. No, we are very, very good, fair, strict, but very fair in our examinations and assessments. You will really enjoy this course. Okay. So thank you for joining our course. And once again, welcome to our Gaio Fitness family. And Bashir sir, please take over. Sir, thank you. Thank you so much, sir. Thank you. Okay. I'll leave now. I have to go for the meeting. Okay, okay. Thank you. Bye. Thank you. God bless. God bless you all. Bye. ഓഡിയോ ആരുടെയൊക്കെ ഓഡിയോ ഓൺ ആയി കിടക്കുന്നുണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് കേട്ടാ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയിപ്പിക്കരുത്. ഓഡിയോ ഓൺ ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഓഡിയോ അൺമ്യൂട്ടാണോ എന്നുള്ളത് അത് എപ്പോഴും മ്യൂട്ടായി ഇടണം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അത് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നത് പോലെ അത് മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ അത് ശ്രദ്ധിക്കാം. പക്ഷെ ഓണാക്കിയിട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല അവിടെ ആ ഡിസ്റ്റർബൻസ്. മറ്റു കേൾക്കുന്നവർക്കാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അരോചകമായ ഒരു സിറ്റുവേഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ സാറ് പറഞ്ഞത് നമ്മൾ ഈ ചർച്ചയിലൂടെ പല ഘട്ടങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് വീണ്ടും സാറ് പറഞ്ഞത് മലയാളത്തിൽ സമ്മറൈസ് ചെയ്യുന്നില്ല. പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ സ്റ്റാമ്പ്സ് നോക്കുക. ലോഗോസ്, സ്റ്റാമ്പ്സ്. ആദ്യം ഗായോ ഫിറ്റ്നസ് അക്കാദമി. ഗായോ ഫിറ്റ്നസ് അക്കാദമി 27-28 വർഷം പാരമ്പര്യമുള്ള ഒരു അക്കാദമിയാണ്. അവിടെയാണ് മറ്റൊരു കാര്യം, ഇത്രയും കാലത്തിനിടയിൽ ഈ ഗായോ ഫിറ്റ്നസ് അക്കാദമിയെ കുറിച്ച് യാതൊരു വക തരത്തിലുള്ള ഒരു നെഗറ്റീവ് റിമാർക്സ് ഒരിടത്തും കേൾക്കാൻ കഴിയില്ല. ഇന്ന് പൊട്ടിമുളച്ച പല അക്കാദമികൾ അറിയാം കഴിഞ്ഞ 2-3-5 വർഷത്തിനുള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള അലിഗേഷൻസ്, കേസസ്, കാര്യങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ ഒക്കെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ 27 ഇത്രയും പയനീർ ആയിട്ടുള്ള ഒരു അക്കാദമി ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്നുള്ളത് വിരലിലെണ്ണാവുന്നത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ രംഗത്തുള്ള പല അക്കാദമികളിൽ ഒരു 90% ഈ കഴിഞ്ഞ ഒരു 3-5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഒരു ലോങ് ടൈം ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്, വിശ്വാസ്യത എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു ഇതുപോലുള്ള ഒരു എഡ്യൂക്കേഷൻ എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി, അതും ഗവൺമെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള 3 ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഏകദേശം 1800 കോളേജുകൾ ഇതിന്റെ കീഴിലുണ്ട്. അതിലൊരു കോളേജാണ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഈ കോളേജ് നമ്മളുടെ അക്കാദമിയും കൂടി പാർട്ണർഷിപ്പിലാണ് നിങ്ങളുടെ ഈ പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറപ്സ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആണ്. അതും ഇന്റർനാഷണൽ, അതായത് ഇന്റർനാഷണൽ അതിന്റെ അതോറിറ്റി എന്ന് യൂറോപ്യൻ ഗവൺമെന്റ് ആണ്. അവിടെയും ഒരു ഗവൺമെന്റ് എന്താ പറയാ അതോറിറ്റി ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾക്കൊരു യൂണിവേഴ്സിറ്റി എന്താ പറയാ അണ്ടർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉള്ളതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും പ്രൈവറ്റ് ആണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2 നാഷണൽ ഇന്റർനാഷണൽ അതോറിറ്റി ക്രെഡിബിലിറ്റി ഉള്ളവരാണ്. ഒരു കാലത്തും അതിനൊരു വിശ്വാസ്യത കുറവോ അല്ലെങ്കിൽ അംഗീകാരക്കുറവോ ഉണ്ടാകില്ല. പ്രൈവറ്റ് റെക്കഗ്നിഷൻ ഉള്ളതൊക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാം. ആരോടും ഒരു തരത്തിലും മറുപടി പറയേണ്ടതില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ അംഗീകാരങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവുകയും ചെയ്യും. ഏത് രാജ്യത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിലിപ്പോ എന്തിനു പറയുന്നത്, ഇപ്പൊ ഈ യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള റെപ്സ് കോഴ്സുകളൊക്കെ വരുന്നതിന് മുന്നേ വളരെ പോപ്പുലർ ആയിട്ടുള്ള ലോകമെങ്ങും ഒരുവിധം എല്ലാ രാജ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ കോഴ്സുകളാണ്. ISS, ACSM, NIS, NSCA പോലുള്ള അമേരിക്ക ബേസ്ഡ് കോഴ്സുകളാണ്.
അതുപോലും പല രാജ്യങ്ങളും ഇന്ന് എന്താ പറയുക ബാൻ ചെയ്തു. ഈവൻ UAE-യിലടക്കം. UAE-യിൽ പിക്കൊല്ലാണ് അത്തരം കോഴ്സുകൾ ബാൻ ചെയ്യുക. അപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാം ഓൺലൈൻ കോഴ്സസ് ആണ്. അതന്നെ അത് ബാൻ ചെയ്യാനുള്ള കാരണം ഓൺലൈൻ. പക്ഷെ അത് അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും കോഴ്സുകൾ പല രാജ്യങ്ങളും എന്താ പറയുക റിജക്റ്റ് ചെയ്യാം. അപ്പൊ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. അപ്പൊ അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് ഇൻവാലിഡ് ആണ് എന്ന് കേൾക്കുമ്പോഴത്തെ ഒരു വേദനയും അവസ്ഥയും ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം നിങ്ങളെ കയ്യിൽ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി വന്ന് പഠിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ വേദന കുറച്ചൊന്നല്ല, അത് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ അത് കൊണ്ട് നിങ്ങൾ ഈ എന്താ പറയാ ഇവിടെ ചേർന്നിട്ടുള്ളവരും ചേരാൻ യോഗ്യമുള്ളവരെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, യാതൊരു തർക്കമില്ല. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു സ്ലൈഡാണിത്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത നാക് റാങ്കിങ് അക്രഡിറ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏജൻസിയാണ് നാക് എന്ന് പറഞ്ഞത്. അതിന്റെ അക്രഡിറ്റേഷനുള്ള ബോംബെ യൂണിവേഴ്സിറ്റി UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്, കോളേജാണ്. BPCA കോളേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ BPCA കോളേജ് ബോംബെയിലുള്ള കോളേജാണ് നമ്മുടെ പാർട്ട്ണർ. അത് അക്രഡിറ്റഡ് ലെവൽ 4 EREPS പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് അക്രഡിറ്റേഷൻ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ 52 രാജ്യങ്ങളിൽ സാർ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻക്ലൂഡിങ് അക്രോസ് EREPS അടക്കം, UAE-യിലടക്കം. നമ്മുടെ സ്റ്റുഡൻസ് ഇന്ത്യയിൽ CCPFT കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ RPL സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ EREPS ലെവൽ 4 സർട്ടിഫിക്കേഷന് എലിജിബിൾ ആണ്. ഇത്രയും സർട്ടിഫിക്കേഷൻസ് ഉള്ളവർക്ക് UAE പോയ UAE-REPS A കാർഡ് കിട്ടും, A ഗ്രേഡ് കാർഡ് UAE-REPS എടുക്കാം. അത് വിസിറ്റ് വിസയിൽ ആണെങ്കിൽ പ്രൊഫഷണൽ കാർഡായിട്ടും, എമിറേറ്റ്സ് ID ഉള്ളവർക്ക് റെഗുലർ കാർഡായിട്ടും. ഇപ്പൊ അവര് എന്താ പറയാ ടൂറിസ്റ്റ് വിസയിലുള്ളവർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും അവര് ഇതുവരെ എല്ലാം കൊടുത്തിട്ടുള്ളതൊക്കെ A ഗ്രേഡ് കാർഡ് തന്നെയാണ് UAE-REPS-ന്റെ. UAE-REPS-ന്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സർട്ടിഫിക്കറ്റിലൊക്കെ തന്നെ ഈ ലോഗോ ഉണ്ടായിരിക്കും. ഇതാണ് UAE-REPS. നമുക്ക് അതിന്റെ അവരുടെ അക്രഡിറ്റേഷൻ ഉള്ളതാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒക്ടോബർ 20-ാം തീയതി മുതൽ പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ്, പിലാറ്റസ് കോഴ്സ് കഴിഞ്ഞ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്തു. പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് ഈ മാസം 20-ാം തീയതി തുടങ്ങുന്നു. അത് ഇംഗ്ലീഷിലുണ്ട്, ഇംഗ്ലീഷ് മലയാളം ഉണ്ട്, അറബിക് ഉണ്ട്. ഇംഗ്ലീഷ് മലയാളം മിനിമം 20 ബാച്ച് പേരെങ്കിലും അതിൽ മലയാളികൾ ഉണ്ടെങ്കിലാണ് അവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടിയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഫാക്കൽറ്റീസിലെ ചിലരുടെ ലൈനപ്പാണ് ഇവിടെ. അജിന മാം, മിനി മാം, അശ്വന്ത് മാം, പ്രശാന്ത് സാറ്, ഞാൻ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇത് കൂടാണ്ട് വേറെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ആളുകളെ മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ. ഇവർക്കൊക്കെ ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 50 വർഷമായി. അതുപോലെ തന്നെ ആരുടെയോ ഓഡിയോ ഓണായി കിടക്കുന്നുണ്ട്, ദയവേത് അത് നോക്കുക. അപ്പൊ മറ്റുള്ളവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും 10, 20, 25 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതിലധികം. എല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്. അതിനൊക്കെ പുറമെ ഇത്രയധികം ഈ ഫീൽഡിൽ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള, ഞാനടക്കം നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആളുകൾക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ട്യൂട്ടർ അധ്യാപകർക്കുള്ള ട്യൂട്ടർ ട്രെയിനിങ് എന്താ പറയാ സർട്ടിഫിക്കേഷൻ, ഞാൻ ട്യൂട്ടറിന്റെ അസസർ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ എല്ലാവരും തന്നെ UK ഫോക്കസ് അവാർഡ് ട്യൂട്ടർ അസസർ സർട്ടിഫിക്കേഷൻ ഉള്ളവരാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ തന്നെ പല കോഴ്സുകൾ, ഞാൻ ഒന്നിന്റെ പേര് നമ്മൾ ഒരു ക്ലാസ്സിലും പറയില്ല, ഓഫ്ലൈനായാലും ഓൺലൈനായാലും ഒരു സ്ഥാപനത്തിന്റെ പേര് നമ്മൾ പറയാറില്ല. പക്ഷെ നിങ്ങൾ പലരുടെയും അധ്യാപക ലൈനപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര പേർക്ക് ഇതുപോലുള്ള യോഗ്യതകൾ, പഠിപ്പിക്കാനുള്ള യോഗ്യതയും പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസവും സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിൽ എടുത്തിട്ടുള്ളവർ എത്ര പേരുണ്ട്. പലരും ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്നവർ ഒരു സുപ്രഭാതത്തില് ഫാക്കൽറ്റി ആയി വരുന്ന ഒരു എന്താ പറയാ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഫിറ്റ്നസ് രംഗത്തും, ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ രംഗത്തും. അപ്പൊ അതിൽ നിന്നൊക്കെ വിപരീതമായി ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള, എലിജിബിൾ ആയിട്ടുള്ള എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. അത് നിങ്ങളുടെ ക്ലാസ്സുകൾ ഓരോന്നും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറയുന്നതിൽ 100% എന്താ പറയാ
ഒരു വെള്ളം ചേർക്കാത്ത കാര്യം. നമ്മുടെ എന്ത് പറയുന്നോ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് അനുഭവപ്പെടും, അതിന്റെ റിസൾട്ട്, ഇഫക്റ്റീവ്നെസ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ എല്ലാ സ്ഥാപനത്തിലും എല്ലാവരും എല്ലാ കാലവും അല്ലെങ്കിൽ ലൈഫ് ടൈം ഉണ്ടായിക്കോണമെന്നില്ല, ചില മാറ്റങ്ങൾ കാലോചിതമായിട്ട് ഉണ്ടാവാം. അത് ഇവിടെയും സംഭവിക്കാം. അതിപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കോഴ്സ് നടക്കുന്ന, ഇപ്പോൾ കേരളത്തിലായാലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലായാലും ഇന്ത്യക്ക് പുറത്ത് ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് അവിടെയും സ്ഥിരമായിട്ട് ഫാക്കൽറ്റീസ് ഒന്നും എപ്പോഴും ഉണ്ടായിക്കണം, മാറി മാറി വരും. പക്ഷെ വരുന്ന ഫാക്കൽറ്റീസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ നോക്കുക, നമ്മളുടെ മിനിമം യോഗ്യത 10th പാസ് ഉള്ളവർക്ക് ചെയ്യാവുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിനിമം യോഗ്യത 10th പാസ്. ഗായോ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ ലെവൽ 3 CCPFT സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. അതിന് ആ സർട്ടിഫിക്കറ്റ് റിന്യൂവൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ 3 കൊല്ലത്തിനുള്ളിൽ 30 CUEs എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ യൂണിറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സർട്ടിഫിക്കറ്റ് പെർമനന്റ് ആണ്, റിന്യൂവൽ ഇല്ല. പക്ഷെ 3 കൊല്ലം, അത് ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു മറ്റുള്ള അക്കാദമിക് ഗ്രാജുവേഷൻ കോഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പോലെ ഒരിക്കൽ പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് ഇറങ്ങിയാൽ പിന്നെ അതിൽ അപ്ഡേഷൻസ് ഒന്നും ആവശ്യമില്ല. അതിൽ പിന്നെ നിങ്ങൾ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ആവും. ഫിറ്റ്നസ്സിൽ അതല്ല. ഫിറ്റ്നസ് ഒരു വോയേജ് ഓഫ് ഡിസ്കവറീസ് ആണ്. ഈ കൊല്ലത്തെ കാര്യങ്ങളല്ല അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേഷൻസ് ഭയങ്കരമായിട്ട് വരുന്ന മേഖലയാണ് ഫിറ്റ്നസ് പ്രൊഫഷണൽ രംഗത്തുള്ളത്. അതുകൊണ്ട് പല ഒട്ടുമിക്ക അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം സർട്ടിഫിക്കേഷൻസും റിന്യൂവൽ ഉള്ളതാണ്, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. എസ്പെഷ്യലി ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ റിന്യൂവൽസ് വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQL ലെവൽ 4, അത് 10ാം ക്ലാസ്സുകാർക്ക് കൊടുക്കാം. 10ാം ക്ലാസ് യോഗ്യതയാണ് അതിന് പറയുന്നത്. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു NSQL ലെവൽ 4 RPL സർട്ടിഫിക്കേഷൻ, അത് 5500 രൂപ എക്സ്ട്രാ കൊടുത്താൽ ഈ 10ാം ക്ലാസ്സുകാർക്ക് അത് ചെയ്യാം. അത് 2 കൊല്ലം കൂടുമ്പോൾ റിന്യൂവലും ഉണ്ട്, റീ എക്സാം ചെയ്യണം. സാധാരണ സർട്ടിഫിക്കേഷൻസ് റിന്യൂവൽ മാത്രമേ ഉണ്ടാവുള്ളൂ, റീ എക്സാം ഉണ്ടാവില്ല. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ RPL സർട്ടിഫിക്കേഷന് റിന്യൂവൽ ഉണ്ട്, റീ എക്സാമോട് കൂടിയാണ്. അപ്പൊ നമ്മളുടെ ഈ +10th പാസ് മാത്രമുള്ളവർക്ക് അല്ലെങ്കിൽ ലെവൽ 3, ഇപ്പൊ +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും ചിലർ പൈസയുടെ സൗകര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് നോക്കിയിട്ട് ഇത് മാത്രം ആദ്യം എടുക്കും, പിന്നെടുക്കും. അങ്ങനെയുള്ളവർക്കും ഒക്കെ തന്നെ വരുന്ന ഫീസ് 40,000 പ്ലസ് 18% GST ആണ്. അപ്പൊ അത് ഏകദേശം ഒരു 47,300 വരിക. അതിന് വരുന്നത് 47,300. ആ ഫീസാണ് GST അടക്കം വരുന്നത്. അത് ഒരുമിച്ച് അടയ്ക്കുന്ന ഡിസ്കൗണ്ടഡ് ഫീ ആണ് 47,300. അത് 2 തവണ ആയിട്ട് അടയ്ക്കാം, 3 തവണ ആയിട്ട് അടയ്ക്കാം, 4 തവണ. അതായത് ഓരോ തവണ ഒരു മാസമാണ് ഉദ്ദേശിക്കുന്നത്. 2 തവണ ആയിട്ട് അടയ്ക്കുമ്പോൾ അത് 24,350 രൂപ വെച്ചിട്ട് 48,700 വരും. 3 തവണ ആണെങ്കിൽ 16,735 വെച്ചിട്ട് 3 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. 4 തവണയാണ് ഏറ്റവും ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ലളിതമായ EMI വ്യവസ്ഥ. അത് 12,935 രൂപ വെച്ചിട്ട് 4 മാസം കൊണ്ട് അടച്ചേക്കുമ്പോൾ 51,700 വരും. അപ്പൊ ഓരോ ഇൻസ്റ്റാൾമെന്റ് മാറുമ്പോഴും 1,500 രൂപ ഡിഫറൻസ് വരും. ഇതിലിപ്പോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മിനിമം അടയ്ക്കേണ്ടത് 5,000 ആണ്. അത് അഡ്മിഷൻ ഫീസായിട്ടല്ല കാണുന്നത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അത് ഫീസിലായി ഉൾപ്പെടുത്തി തന്നെയാണ് കാണുന്നത്. അപ്പൊ അത് 5,000 അടച്ചവര് 5,000 രൂപ കഴിച്ച് ബാക്കി വരുള്ളൂ. ബാക്കി വരുന്ന ടോട്ടൽ ഫീസ് ആണ് നിങ്ങൾക്ക് ലംസമായിട്ടും അടയ്ക്കേണ്ടത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അടയ്ക്കണം, ലംസമായിട്ട് അടയ്ക്കുന്നവർ. അല്ലാത്തവർ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 4, ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ തന്നെ. അതെ, പക്ഷെ 5,000 കുറച്ചുള്ള തുകയാണ് പിന്നെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പൊ അത് ഫീസിൽ ചേർത്ത് തരുന്നു പറയുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ ഈ കോഴ്സിൽ ഈ +10th പാസ് മാത്രമുള്ളവരോ അല്ലെങ്കിൽ ഈ ലെവൽ 3 മാത്രം ബഡ്ജറ്റ് നോക്കി ലെവൽ 3 മാത്രം ഇപ്പൊ എടുക്കുന്നവർക്കോ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പഠിക്കുന്ന വിഷയങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും വിഷയങ്ങളാണ് ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നത്. ഏകദേശം ഒരു എന്താ പറയാ, മൊത്തം ഒരു 4.5 മാസം കോഴ്സിൽ കുറച്ച് ക്ലാസ്സുകൾ മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടാതെ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് അടുത്ത സ്ലൈഡിൽ പറയാം. ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ പറയുന്ന 7 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൽ. FACPR അടക്കം ഉള്ള 7 സർട്ടിഫിക്കറ്റ് ബയോ ഫിറ്റ്നസ് ലെവൽ 3 കോഴ്സിൽ വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ കൂടെ ഈ പറയുന്ന 10ാം ക്ലാസ്സുകാർക്ക് എലിജിബിൾ ആയിട്ടുള്ള 5,500 രൂപ കൊടുത്താൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQL ലെവൽ 4 എടുക്കാം. അപ്പൊ 8 സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും.
അത് റിന്യൂവൽ 2 കൊല്ലം കൂടുമ്പോൾ റിന്യൂ ചെയ്യേണ്ട എമൗണ്ട് 4750 രൂപയാണ്. അതേ സ്ഥാനത്ത് അത് 2 കൊല്ലം കഴിഞ്ഞ് 6 മാസം ആയിട്ടുണ്ട് എക്സ്പയറി ആയിട്ടെന്നുണ്ടെങ്കിൽ 500 രൂപ എക്സ്ട്രാ ഒരു ഫൈനായിട്ട് വേറെ മേടിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ഉള്ളത്. ഇതിൽ ഒരു കാര്യം കൂടി കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഗായ ഫിറ്റ്നസ് ലെവൽ 3 മാത്രം എടുക്കുന്നവർക്ക് ഈ പറയുന്ന പെർസെൻറ്റേജ് 7 സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ 8 സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് IRFS ലെവൽ 4 ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ എന്താ പറയാ ലെവൽ 4ന്റെ CCPFT ക്വാളിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. അതായത് IRFS ലെവൽ 4ന് ക്വാളിഫിക്കേഷൻ കോഴ്സുകൾ ലെവൽ 3 വേണം. അതായത് ഗായ ഫിറ്റ്നസ് CCPFT ലെവൽ 3 വേണം. ബോംബെ യൂണിവേഴ്സിറ്റി CCPFT ലെവൽ 4 വേണം. +2 വേണം. എന്നാൽ മാത്രമേ IRFS ലെവൽ 4 കോഴ്സിലേക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. അതോടെ അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQ ലെവൽ 4 വേണം. ഈ 10th പാസ് മാത്രമുള്ളവർക്ക് ലെവൽ 3 ചെയ്തിട്ട് അവർക്ക് എങ്ങനെയാണ് പുറത്തേക്കുള്ള സർട്ടിഫിക്കേഷനോ ബോംബെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനോ ഒക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളൊരു വേവലാതി ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് അതിനും ബുദ്ധിമുട്ടില്ല. കാരണം ഒരു ബാച്ചിൽ നിങ്ങൾ ഇപ്പോഴത്തെ ബാച്ചിൽ ലെവൽ 3 ചെയ്തു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ലെവൽ 3 ധാരാളം മതി. കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് പ്രാക്ടിക്കൽ ഫുള്ളായിട്ട് അതിലുണ്ട്. ലെവൽ 3 CCPFT തന്നെ ഉണ്ട്. അത് ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് എടുത്താൽ, +2 സർട്ടിഫിക്കറ്റ് പണ്ടത്തെ പോലെ നിങ്ങൾ നേരിട്ട് ലൈവ് ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കൽ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ഓൺലൈൻ ക്ലാസ്സുകളിലും മറ്റുമായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ +2 എടുത്തു കൊടുക്കുന്നുണ്ട്. 6 മാസം കൊണ്ട്, എമർജൻസികൾക്ക് 3 മാസം കൊണ്ട്, ഈവൻ 1 മാസം കൊണ്ട് വരെ +2 കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഫീസ് കൂടുന്നു മാത്രം. അപ്പൊ അങ്ങനെ എടുത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നുള്ള ബാച്ചുകളിൽ ഏതെങ്കിലും ബാച്ചിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബോംബെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ IRFS ലെവൽ 4 സർട്ടിഫിക്കേഷനും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റീസും ഇതിലുണ്ട്. ഇതിൽ പറയുന്ന +2 മുതൽ പാസ്സുള്ളവർക്ക് മിനിമം എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് എന്താണ് ഗായോ ഫിറ്റ്നസ് ലെവൽ 3 കോഴ്സ് കൂടാതെ അതിന്റെ അടുത്ത സർട്ടിഫിക്കേഷനാണ് മുംബൈ യൂണിവേഴ്സിറ്റി CCPFT ലെവൽ 4. ഈ 2 സർട്ടിഫിക്കറ്റും ഉള്ളവർക്കാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQ ലെവൽ 4 സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ ഈ IRFS ലെവൽ 4ന് എലിജിബിൾ ആണ്. IRFS ലെവൽ 4ന് എടുക്കാനുള്ള യോഗ്യത ഉണ്ട്. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ഉണ്ട്, അത് പറയാം. ഈ ബോംബെ യൂണിവേഴ്സിറ്റി കോഴ്സിലേക്ക് ലെവൽ 3 CCPFT എടുത്തു കഴിഞ്ഞിട്ട് ബോംബെ യൂണിവേഴ്സിറ്റി കോഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് സെയിം ബാച്ചിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നത്തെ ബാച്ചിൽ അപ്ഗ്രേഡ് ചെയ്യാം, നോ പ്രോബ്ലം. അതിന് വരുന്ന ഫീസ് ലെവൽ 3യുടെ ഫീസ് ക്ലോസ് ചെയ്തതിന് ശേഷം അത് ലംസമായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ക്ലോസ് ചെയ്തവർക്ക് മാത്രമാണ് അടുത്ത ലെവൽ 4 CCPFTയിലേക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. അത് ആ സമയത്ത് കൊടുക്കേണ്ടത് ലംസമായിട്ട് കൊടുക്കുകയാണെങ്കിൽ 20,000 + 18% ടാക്സ് എന്ന് വെച്ചാൽ 23,600 ഒരുമിച്ച് ഡിസ്കൗണ്ടഡ് ഫീ. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഡിസ്കൗണ്ടഡ് ഫീ അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് 2 തവണ ആയിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പൊ 1500 രൂപ ഡിഫറൻസ് വരും. 12,550 വെച്ചിട്ട് 2 തവണ ആയിട്ട് അടയ്ക്കാം. അപ്പൊ ടോട്ടൽ വരിക 25,100 1500 രൂപ എക്സ്ട്രാ വരും. 25,100 അത്രയും ആണ് ഈ പറയുന്ന എന്താ പറയാ IRFSന് എടുക്കുന്നതിന് മുന്നോടിയായി ചെയ്യേണ്ടത്. ഇത്രയും കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ അഡീഷണൽ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ വരുന്ന ലെവൽ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ കോഴ്സ് എന്താ പറയാ സബ്ജക്റ്റുകൾ വരുന്ന ഡയറ്റ് ആൻഡ് പെർഫോമൻസ് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഉൾപ്പെടെ ഡയറ്റ് ആൻഡ് പെർഫോമൻസ് ന്യൂട്രീഷൻ, മസിൽ മെക്കാനിക്സ്, എക്സസൈസ് ഫിസിയോളജി, എക്സസൈസ് ആൻഡ് ഫിറ്റ്നസ് സൈക്കോളജി, ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത്. പ്രാക്ടിക്കൽ എല്ലാം ലെവൽ 3 കഴിയും. അഡീഷണൽ തിയറി ക്ലാസ്സുകളാണ് ഇതിൽ വരുന്നത്. ഇത്രയും ക്ലാസ്സുകൾ അത് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. അതിന് പിന്നെ നിങ്ങൾ നേരിട്ട് വരേണ്ട കാര്യമില്ല. ഓൺലൈനായിട്ട് ഈ അഡീഷണൽ ലെവൽ 4 CCPFT യൂണിവേഴ്സിറ്റി സബ്ജക്റ്റുകൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാം. ഇത്രയും കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഏകദേശം 4-4.5 മാസം കൊണ്ട് കോഴ്സ് തീർന്നാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ 10-25 ദിവസത്തിനുള്ളിൽ തിയറി ആൻഡ് എക്സാമുകൾ നടക്കും. അതിന്റെ റിസൾട്ട് വന്നാൽ പിന്നെ
അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് അനുസരിച്ച് നിങ്ങൾക്ക് ഈ റെഫ്സ് ലെവൽ 4 വേണ്ടവർക്ക് പുറത്തേക്ക് പോകുന്നവർ മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് ആവശ്യമില്ല ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അത് കൊല്ലമൊക്കെ പുതുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ പുതുക്കി കാശുകൾ ഉണ്ടാകുന്നുള്ളവർക്ക് അത് എമർജൻസി ആയിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് പ്രോത്സാഹിപ്പിക്കാത്തത്. പുറത്തു പോകുന്നവർക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ സർട്ടിഫിക്കേഷൻസ് വരുന്നത് കുറച്ച് കഫക്കെട്ടിന്റെ ശല്യം ഉണ്ടാക്കി ചുമയുടെ പ്രശ്നം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ 7 സർട്ടിഫിക്കറ്റും പ്ലസ് ഇതിൽ ബോംബെ യൂണിവേഴ്സിറ്റിയുടെ പേഴ്സണൽ ട്രെയിനിങ് ലെവൽ 4 സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രൈമറി ന്യൂട്രീഷൻ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്, അത് ഇതിലാണ് ആ സബ്ജക്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഫിറ്റ്നസ് സൈക്കോളജിയുടെ മന്ത്ര സൈക്കോളജി സർട്ടിഫിക്കറ്റ്. ഈ 2 അഡീഷണൽ സർട്ടിഫിക്കറ്റുകൾ അതിലുണ്ടാവും. പ്ലസ് നിങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റും കൂടി എടുക്കുകയാണെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 10 സർട്ടിഫിക്കറ്റോളം വരും ടോട്ടലി. ഈ റെഫ്സ് ലെവൽ 4 കൂടി എടുക്കുമ്പോൾ 11 സർട്ടിഫിക്കേഷൻ വരും, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അടക്കം. ഓക്കെ, ലെവൽ 3 ലെവൽ 4 കൂടി പിന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്ന യൂണിറ്റുകൾ 30 കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ യൂണിറ്റ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു 20+10 യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ കൂടി വരുമ്പോൾ 20+10 30 സർട്ടിഫിക്കറ്റ് അപ്ഡേഷൻസ് 3 കൊല്ലം ടൈം ഉണ്ട്, അതിനുള്ളിൽ എടുക്കണം. അത് 1 ഡേ വർക്ക്ഷോപ്പ് ഉണ്ട്, 2 ഡേ വർക്ക്ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 4 ഡേ 5 ഡേ വർക്ക്ഷോപ്പുകളുണ്ട്. അത്തരം വർക്ക്ഷോപ്പുകൾ 3 കൊല്ലത്തിനുള്ളിൽ പല പുതിയ കാര്യങ്ങൾ. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ഒരു കോഴ്സ് വരുന്നുണ്ട്, ഏഷ്യ കോളേജ് ഓഫ് എക്സസൈസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള. അത് ഈ മാസം അടുത്ത മാസമായിട്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഇൻ എക്സസൈസ് മെഡിസിൻ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് കോഴ്സ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള CUEs ഏൺ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അതിലൊക്കെ അതൊക്കെ ഭയങ്കര ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് എഡ്യൂക്കേഷനാണ് ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനിങ് രംഗത്ത്. നിങ്ങൾക്ക് ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ തിയറി ആയിട്ട് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അനാട്ടമി, ഫിസിയോളജി, കൈനസിയോളജി, ബയോമെക്കാനിക്സ്, എക്സസൈസ് ഫിസിയോളജി ആൻഡ് കൈനസിയോളജി, തിയറി ഓഫ് ഫിറ്റ്നസ്. അതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ടൈപ്പ് ഓഫ് ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് ഫിറ്റ്നസ്, ട്രെയിനിങ് ടെക്നോളജീസ്, ഫിറ്റ്നസ് പ്രീ അസസ്മെന്റ് ആൻഡ് അസസ്മെന്റ്, പീരിയഡൈസേഷൻ, പ്രോഗ്രാം ഡെവലപ്മെന്റ്, ബിസിനസ്, theory of strength, theory and practice of strength, principles of diet and nutrition, fitness for special populations. ഇതൊക്കെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന ക്ലാസ്. ഇത് ഓൺലൈൻ്റെ പ്രത്യേകത ഞാൻ പലപ്പോഴും തന്നെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആണ്. ഇപ്പം ഈ വെബിനാർ റെക്കോർഡഡ് ആണ്. ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് നമ്മൾ ഇതിന്റെ റെക്കോർഡഡ് ലിങ്ക് അയച്ചു കൊടുത്താൽ അവർക്കും ഇത് എന്തൊക്കെയാണ് ഈ വെബിനാറിൽ പറഞ്ഞത്, സംസാരിച്ചതെന്നൊക്കെ പഠിക്കാം. അതുപോലെ നിങ്ങളുടെ ഈ ക്ലാസ്സും റെക്കോർഡഡ് ആണ്, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ. അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് മാത്രം ഇരുന്ന് കേട്ട് എഴുതിയെടുത്ത് പഠിച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്, അതായത് ഒരു 70% മുതൽ 100% വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ അത് തന്നെ പഠിച്ചാൽ എത്രയോ കുട്ടികൾ അത് തന്നെ പഠിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ജേണൽസ് ഒക്കെ എന്താ പറയുക, ബുക്കിന്റെ ജേണൽസ്, ഈ കോപ്പി, ഈ എന്താ പറയുക, സോഫ്റ്റ് കോപ്പി ആയിട്ടും ഹാർഡ് കോപ്പി വേണ്ടവർക്ക് ഹാർഡ് കോപ്പി ആയിട്ടും ഒക്കെ തരും. ഹാർഡ് കോപ്പിക്ക് എക്സ്ട്രാ കൊടുക്കണമെന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി എടുത്ത് നിങ്ങൾക്ക് തന്നെ പ്രിന്റ് എഴുതാം. പക്ഷെ തുടക്കത്തിൽ നിങ്ങളുടെ ലേണിംഗ് റിസോഴ്സസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റെക്കോർഡഡ് ക്ലാസ് ആണ്. അത്ര ഡീറ്റെയിൽ ആണ് റെക്കോർഡ് ക്ലാസ്സുകൾ, അത്ര ഡീറ്റെയിൽ. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് തിയറി എക്സാംസ് വരുന്നതും നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം ഇതൊരു കറക്റ്റ് ആ പ്രോട്ടോകോളിൽ അല്ലെങ്കിൽ ആ ഹയറാർക്കിയിൽ മാത്രം പഠിപ്പിക്കുന്നതാണ്. ആ ഓർഡറിൽ പഠിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. അതാകുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലോ സമയം കൊടുത്തനുസരിച്ച് നിങ്ങൾക്ക് ബുക്സോ മറ്റുള്ള ഈ ഇമെയിൽ ലേണിംഗ് റിസോഴ്സസോ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നതൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് തന്നെ അത്യാവശ്യം പഠിക്കാനുണ്ട് ധാരാളം. അത് ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന പേരുകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്, നേരെ കാണുന്നത്. ഈ സ്പെഷ്യൽ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞ് അതിൽ കാണിച്ചിട്ടുള്ളതിൽ ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് മുതിർന്നവര്, കുട്ടികള്, സുഖമില്ലാത്തവര്, അവരൊക്കെ പഠിപ്പിക്കാനായിട്ട് പ്രത്യേകം തരത്തിലുള്ള എന്താ പറയാ അറിവും കാര്യങ്ങളും വേണം. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്തരക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽ
പ്രാക്ടിക്കലായിട്ട് വരുന്ന സംഭവങ്ങൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഈ പറയുന്ന ഒരു 3-3.5 മാസം ഓൺലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4ാമത്തെ മാസമാണ് ഓഫ്ലൈനിലേക്ക് വരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തൃശ്ശൂർ ക്ലാസ് വരുന്നത്. ആ ക്ലാസ്സുകൾക്ക് മാത്രമേ നിങ്ങൾ ഇവിടെ വരേണ്ടതുള്ളൂ, ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടതുള്ളൂ. അത് എന്താ പറയുക, മംഗലാപുരം മുതൽ അല്ലെങ്കിൽ ചെന്നൈ, കാസർഗോഡ്, പിന്നെ തിരുവനന്തപുരം, കന്യാകുമാരി ഈ ഭാഗങ്ങളുടെ ഇടയിലുള്ളവർക്കൊക്കെ തന്നെ ആളുകൾ ഈ ഓൺലൈൻ ഓഫ്ലൈനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ബാച്ചിലും അത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അഡ്വാൻസ് സ്ട്രെങ്ത് ട്രെയിനിങ്, ഫങ്ഷൻ സ്ട്രെങ്ത് ട്രെയിനിങ്, ഫങ്ഷൻ റേഞ്ച് ഓഫ് മോഷൻ, പ്ലയോമെട്രിക്സ് ആൻഡ് എജിലിറ്റി, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, CPR, ഫിറ്റ്നസ് അസസ്മെന്റ് ടെസ്റ്റിങ്, ക്ലയന്റ് പ്രീ അസസ്മെന്റ്, അസസ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ മെയിനായിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഇതിലൊക്കെ ഓൺലൈനും ഉണ്ട് തിയറിറ്റിക്കൽ, അതിൻ്റെ ഓഫ്ലൈനും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലേണിംഗ് റിസോഴ്സസ്, വീഡിയോ റെക്കോർഡ്സ്, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ 12 e-ബുക്സുകൾ, സോഫ്റ്റ് കോപ്പി ബുക്കുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ മെയിലായിട്ട് വരും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്, ക്വസ്റ്റ്യനേഴ്സ്, അതുപോലെ തന്നെ മറ്റു പലതും ക്ലാസ്സിൻ്റെ ഇടയിലുള്ള നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടും അല്ലാത്തതുമായിട്ടുള്ള പലതും നിങ്ങൾക്ക് തരും. ഏകദേശം 1200 വീഡിയോ ക്ലിപ്സ്. ഒരുപക്ഷെ ലോകത്ത് ഒരു അക്കാദമിയും ഇത്രയും പ്രാക്ടിക്കൽ വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് ഓരോരോ പ്രാക്ടിക്കൽസിൻ്റെ പിന്നീട് പറയാം ഓരോന്നിനും എത്ര വീഡിയോ ക്ലിപ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതൊക്കെ ഇതൊന്നും അധികം ക്ലാസ് ടൈമിൽ നിങ്ങൾക്ക് ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ക്ലാസ് ടൈമിൽ ഇതിൽ ഏകദേശം എന്താ പറയുക ഒരു ഈ കോഴ്സ് ഡ്യൂറേഷൻ, നമ്മുടെ ഈ കോഴ്സ് ഡ്യൂറേഷൻ 4.5 മാസത്തെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എല്ലാ വർക്ക്ഷോപ്പും കൂടി ഒരു 500 എക്സസൈസുകൾ നിങ്ങൾ പ്രാക്ടിക്കലി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കും. പിന്നെ PPT സ്ലൈഡ്സ്, ഇതുപോലുള്ള PPT സ്ലൈഡുകൾ ഇപ്പം ഇതെടുക്കുന്ന PPT സ്ലൈഡിലാണ്. അതൊക്കെ നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു തരും പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനത്തും അതാത് ഭാഷകൾ ഏതാണോ അതിനനുസരിച്ചുള്ള എന്താ പറയുക റീജിയണൽ ലാംഗ്വേജിലുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ പ്രൊഫഷണൽ ഗൈഡൻസ് ആഫ്റ്റർ എൻറോൾമെന്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഓരോ ബാച്ചിന് ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. സാധാരണ അക്കാദമീസ് ഒക്കെ ആ ബാച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് എന്താ പറയുക എലിമിനേറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും. നമ്മൾ ആ ബാച്ചുകൾ നിലനിർത്തും. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ബാച്ചുകൾ എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പിലായിട്ട് നിലനിർത്തി പോവാന്ന് പറഞ്ഞത്. കാരണം നമ്മളത് കളയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് വേക്കൻസി അപ്ഡേഷൻസ് അതിലാണ് പോസ്റ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് വേക്കൻസികൾ ഉണ്ടാവുന്നത് എന്താ പറയുക ലേഡീസ് ആൻഡ് ജെൻസിന് ഉള്ള വേക്കൻസി അതിൽ പോസ്റ്റ് ചെയ്യും. അതുമാതിരി പുതിയ പുതിയ അപ്ഡേഷൻസ്, വർക്ക്ഷോപ്പുകൾ, കാര്യങ്ങളൊക്കെ അതിലാണ് പോകുന്നത്. അത് കാരണം നമ്മളത് ഇങ്ങനെ നിലനിർത്തി പോരുകയാണ്. പക്ഷെ നമുക്ക് ഈ കണ്ടമാതിരി ബാച്ചുകളാകുമ്പോഴത്തെ ദുരിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് വാട്സപ്പിന്റെ ബാച്ചുകൾ, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ എന്നിരുന്നാലും നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ബാച്ചുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള എന്താ പറയുക അപ്ഡേഷൻസും നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ മിനിമം എലിജിബിലിറ്റി 10ാം ക്ലാസ് പാസ്സില്ലാത്ത ഒരാൾക്ക് പലരും 10 പോലും ഇല്ലാത്തവർ പലരും ബന്ധപ്പെടാറുണ്ട്. പക്ഷെ 10ാം ക്ലാസ് പാസ്സായിട്ട് വരാനാണെന്ന് പറയാം അവർക്ക് ലെവൽ 3 പോലുള്ള പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ അടുത്ത ബാച്ച് ഇപ്പൊ നിങ്ങൾ വരാൻ പോകുന്ന ഈ ബ്ലെൻഡ് 14 ബാച്ചിന് ശേഷം ഒരു മാറ്റം വരാൻ പോകുന്നത്, അത് ഇന്റർനാഷണൽ മാർക്കറ്റിലും വരും. ഗ്രാജുവേഷന് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം വരാൻ പോവാണ്. മുമ്പ് 10th പാസ്സുള്ളവർക്ക് എല്ലാവർക്കും എല്ലാ കോഴ്സും ചെയ്യാമായിരുന്നു. ഇപ്പൊ അതിന് കുറേയും കൂടി കൺട്രോൾ വന്നു തുടങ്ങി. +2 നിർബന്ധമാക്കി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും IRFS ലെവൽ 4 നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിനി ബ്ലെൻഡ് 15 മുതൽ എഡ്യൂക്കേഷൻ, അതായത് ഗ്രാജുവേഷൻ ഉള്ളവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി എൻറോൾമെന്റിന് അഡ്മിഷൻ. അത് കഴിഞ്ഞ് +2ഉം 10th വരെയും ഇന്റർവ്യൂ ചെയ്തായിരിക്കും എടുക്കുക. കാരണം നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് ആൻഡ് ബാച്ചസ് നമ്മുടേതായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കുറച്ചിട്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് കുറച്ചിട്ട് നമ്മൾ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുകയും +2ഉം അതുപോലെ തന്നെ 10th ഉള്ളവർക്ക് ഇവർക്ക് ഇതൊരു വേൾഡ് ക്ലാസ് സിലബസ് ആണ്. ഇത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാനും അത്ര എളുപ്പമല്ല.
പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പഠിപ്പിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഇപ്പൊ ഈ എന്താ പറയാ +2 മാത്രം എടുത്തു വരുന്നവർക്ക് അല്ലെങ്കിൽ 10th മാത്രം എടുത്തു വരുന്നവർക്ക് ഇത് ഓരോ ദിവസവും ചെല്ലും തോറും അവർക്ക് എന്താ പറയാ, ഒന്ന് അവരുടെ അലംഭാവം കൊണ്ട്, മടി കൊണ്ട്, അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം കൊണ്ട്, രണ്ട് ചില കുട്ടികൾക്ക് വേണ്ടത്ര ഒരു ഐക്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓർമ്മശക്തി ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ ഇത് അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് ശരിക്കിരുന്ന് മെനക്കെട്ട് പഠിച്ചു പോയില്ലെങ്കിൽ അവസാനം വരുമ്പോൾ അവർ വെള്ളം കുടിക്കും. അപ്പം അത് നമ്മളെ പോലുള്ള ഫാക്കൽറ്റീസിന്, എക്സാമിനേഴ്സിന് വരെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അവരൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ച് നമ്മൾ പച്ച മലയാളത്തിൽ പറയും തലയിൽ ആൾതാമസമുള്ളവർ, അത്തരക്കാരെ നോക്കി സെലക്ട് ചെയ്യാനുള്ള തീരുമാനമാണ് നമ്മൾ അടുത്ത ബാച്ച് മുതൽ, ഈ ബ്ലെൻഡ് 14 കഴിഞ്ഞാൽ ബ്ലെൻഡ് 15 മുതലുള്ള. അപ്പൊ കുറച്ചും കൂടി അതായത് ഒന്ന് ഇന്റർനാഷണൽ മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആവും, ഭയങ്കര വിപുലമായ ഗ്രോത്തും ഉണ്ട്, അതോടൊപ്പം തന്നെ നല്ല കോമ്പറ്റീഷൻ ആവും. അപ്പൊ എല്ലാവർക്കും സർട്ടിഫിക്കേഷൻ കിട്ടുന്ന എല്ലാവർക്കും എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന ഇന്റർവ്യൂസ് പാസ്സാവാൻ എളുപ്പമാവില്ല. കാരണം ഇന്ന് ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ടഫായി തുടങ്ങി ഹൈ എൻഡ് സ്ഥാപനങ്ങളിൽ, അമേരിക്കൻ എന്താ പറയാ അമേരിക്കൻ ഫ്രാഞ്ചൈസി ഉള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിലൊക്കെ നല്ല പാടാണ് ഇന്റർവ്യൂ പാസ്സാവാൻ. അപ്പൊ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖല വളരുന്നതിനനുസരിച്ച് അതിന്റെ എന്താ പറയാ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നു, ക്വാളിഫിക്കേഷൻ സിസ്റ്റം മാറുന്നു, അല്ലെങ്കിൽ എലിജിബിലിറ്റി സിസ്റ്റം മാറും. അപ്പൊ അതിന്റെ ഒപ്പം നിന്ന് പോയാൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ഉള്ള ട്രെയിനേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് ഈ മറ്റേതൊരു അക്കാദമിയേക്കാളും മുന്നിൽ നിൽക്കുന്നത് നമ്മളാണ്. കാരണം അതാണ് നമ്മളുടെ കോഴ്സിന്റെ ഒരു ക്രെഡിബിലിറ്റി, മുന്നിൽ നിൽക്കുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാജുവേഷന് മുൻതൂക്കം വരാൻ പോകുന്ന ഒരു കാലമാണ് ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനിങ് രംഗത്ത്. ഇനി എല്ലാവർക്കും വരുന്ന എല്ലാവരെയും, എല്ലാ 10ാം ക്ലാസ്സുകാരെയും എല്ലാ +2കാരെയും ഇനി അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അവർ ഇന്റർവ്യൂ മറ്റൊക്കെ നമ്മളുടെ എന്താ പറയാ അഡ്മിഷൻ ഇന്റർവ്യൂ, എൻറോൾമെന്റ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇനി ഈ ബാച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ബാച്ച് മുതൽ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ലെവൽ 3 മിനിമം 10th പാസ്, ലെവൽ 4 12th പാസ് ഉള്ളവർക്ക് മാത്രമേ ബോംബെ യൂണിവേഴ്സിറ്റി CCPFT സർട്ടിഫിക്കേഷൻ എലിജിബിലിറ്റി ഉള്ളൂ. ലെവൽ 3 സർട്ടിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ അതിന് +2 പാസ് നിർബന്ധമാണ്. മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം, രോഗികളാവരുത്. അതുപോലെ തന്നെ ഫിറ്റ്നസ്സിനോട് താല്പര്യമുള്ള ആളായിരിക്കണം. അല്ലാണ്ട് ജോലിക്ക് വേണ്ടി ഫിറ്റ്നസ്സുമായി ഒരു ബന്ധമില്ലാതെ വന്ന അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. ഫിറ്റ്നസ്സുമായി മറ്റു മേഖലയിൽ ആണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഫിറ്റ്നസ് ട്രെയിനിങ് പഠിക്കാൻ വരുമ്പോൾ അവര് ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുക നിർബന്ധമായിട്ട് വേണം. ജിമ്മായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഇത് പഠിച്ചെടുക്കാൻ എളുപ്പമല്ല, തലയിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ജിമ്മുമായി ബന്ധം വേണം. അതുകൊണ്ട് തന്നെ ഇതുവരെ ജിമ്മിൽ പോകാത്ത ഒരാള് ആണ് പഠിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങളുടെ നാട്ടില് ഏത് സ്ഥാപനമായാലും മതി, കൊള്ളാവുന്നതായാൽ മതി. ഈ ഇറഫ്സ് ലെവൽ 4ന്റെ യോഗ്യത എന്ന് പറഞ്ഞത് +2 പാസ് വേണം. അതുപോലെ തന്നെ ലെവൽ 3 ഗായോ ലെവൽ 3 CCPFT വേണം. ലെവൽ 4 മുംബൈ യൂണിവേഴ്സിറ്റി CCPFT സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ NSQ ലെവൽ 4, അത് 10ാം ക്ലാസ് യോഗ്യത മതി ആ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട്. പക്ഷെ അതും ഇതിന് വേണം, ഈ ഇറഫ്സ് ലെവൽ 4. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ ഗവൺമെന്റും ടൈപ്പ് ആയതുകൊണ്ട് ഈ രണ്ട് ഓർഗനൈസേഷനും തമ്മിൽ, കാരണം ഒരു പാർട്ണർഷിപ്പിലാണ്, രണ്ട് ഗവൺമെന്റ് ഓർഗനൈസേഷനും തമ്മിൽ പാർട്ണർഷിപ്പാണ്. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റും വേണം. അത്തരം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഇറഫ്സ് ലെവൽ 4 എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ UAE പോയ UAE CCPFT എടുക്കാനായിട്ട് ഈ പറയുന്ന എന്താ പറയാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, മേലെ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അവിടെ ബോംബെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല, കാരണം അത് ഇന്ത്യയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഗായോ ഫിറ്റ്നസ് CCPFT സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ +2 സർട്ടിഫിക്കേഷനും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഈ ഇറഫ്സ് ലെവൽ 4ഉം അതുപോലെ തന്നെ UAE ഇറഫ്സ് എടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പൊ ഇവിടെയും അവിടെയും നമ്മുടെ അക്കാദമിയുടെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് ഇവിടെ ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ അവിടെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ
തിയറി ചെയ്ത് ഇവിടെ പ്രാക്ടിക്കൽ വന്ന് ചെയ്യാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. ഇവിടെ എൻറോൾമെന്റ് ചെയ്താൽ ഇവിടെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അവിടെ എൻറോൾമെന്റ് ചെയ്താൽ അവിടെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ അവിടെ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലെവൽ 3യുടെ സിലബസും ടൈം ടേബിളും ആണ് കാണിച്ചിട്ടുള്ളത്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക ആഴ്ചയിൽ. അതിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ ഓരോ ദിവസങ്ങൾ അതിന്റെ ഫാക്കൽറ്റീസ് ടൈമിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് പിന്നീട് നോക്കി മനസ്സിലാക്കാം. ടോട്ടൽ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുള്ള ഓരോ വിഷയത്തിന്റെ റൈറ്റ് സൈഡിൽ. അത് ഒന്ന് സംസാരിച്ച് നമ്മൾ നേരം കളയുന്നില്ല. അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് കിട്ടും. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഫോട്ടോ എടുത്ത് വെക്കാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് അതൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതും ലെവൽ 3യുടെ ടൈം ടേബിൾ ആണ്. ലെവൽ 3 തന്നെ ഒരു 90% ക്ലാസ്സുകളും കഴിയും. 90% ക്ലാസ്സുകളും 100% പ്രാക്ടിക്കലും കഴിയും. ഇതാണ് ലെവൽ 4ന്റെ ടൈം ടേബിൾ വരുന്നത്. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, ഇൻക്ലൂഡിംഗ് സപ്ലിമെന്റ്സ്, സ്പെഷ്യൽ പോപ്പുലേഷൻ, ഫിറ്റ്നസ് സൈക്കോളജി, എക്സസൈസ് ഫിസിയോളജി, ഇതൊക്കെയാണ് അതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഇത്. അതുപോലെ തന്നെ അതിൻ്റെ അഡീഷണൽ ക്ലാസ്സുകളുടെ എണ്ണം എത്ര ആണെന്നുള്ളത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഓരോ വിഷയങ്ങൾ, അതുപോലെ തന്നെ പ്രാക്ടിക്കല് ഏതൊക്കെയാണ്, അത് എത്ര ദിവസമാണ് ഓരോന്നും എന്നുള്ളത്. അതുപോലെ തന്നെ ലെവൽ 4 ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ എത്ര ദിവസങ്ങളാണ് എന്നുള്ളതൊക്കെ ഇതിൽ, ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടാണ്ട് നിങ്ങൾക്ക് ഹോം അസൈൻമെന്റുകൾ ഉണ്ടാവും. ഹോം അസൈൻമെന്റ് വീട്ടിലിരുന്ന് എഴുതി തയ്യാറാക്കേണ്ടതും, അതുപോലെ തന്നെ ജിമ്മിൽ പോയി വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതും അത് വേറെ. അത് ഇതിനൊക്കെ പുറമെ വരുന്നതാണ്. അതൊക്കെയാണ് മൊത്തം 4.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രാക്ടീസിന്റെയും എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ സ്ട്രക്ചർ, ഓൺലൈൻ ഹോം സബ്മിഷൻസ് ഉണ്ട്, ഹോം അസൈൻമെന്റ് സബ്മിഷൻസ്, ഓഫ്ലൈൻ ഫൈനൽ തിയറി MCQs എക്സാം ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം, ഓൺലൈൻ കേസ് സ്റ്റഡി എഴുതി വീട്ടിൽ നിന്നിരുന്ന് പഠിച്ചെഴുതി ഉണ്ടാക്കിയിട്ട് എക്സാമിനേഷൻ വരുമ്പോൾ കേസ് സ്റ്റഡി എക്സാമിനേഷൻ ഡോക്യുമെന്റ് ആണ്. എക്സാമിനേഷൻ വരുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ വൈവാവോസ് ബേസ്ഡ് ഓൺ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഓറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് എക്സാമിനേഷന്. അതുപോലെ തന്നെ ഓഫ്ലൈൻ പ്രാക്ടിക്കൽ ടീച്ചിങ് എക്സാം ബേസ്ഡ് ഓൺ കേസ് സ്റ്റഡി. സ്റ്റുഡന്റ് വിൽ ടീച്ച് ക്ലയന്റ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഹൗ ടു ടീച്ച്, അതാണ് പ്രാക്ടിക്കൽ എക്സാമിന്റെ പ്രധാനമായിട്ടുള്ളത്. ഹൗ ടു ടീച്ച് എങ്ങനെയാണ് എന്നുള്ളത്, അതൊരു ക്ലയന്റിനെ വെച്ചിട്ടാണ് നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാം ചെയ്യിക്കുക. അതിൽ വരുന്നത് എന്തൊക്കെയാണ്, വാമപ്പ് എങ്ങനെ ചെയ്യിപ്പിക്കണം, അതുപോലെ തന്നെ കാർഡിയോ, വെയിറ്റ് ട്രെയിനിങ്, അതർ എക്സസൈസ് ഫോർമാറ്റേഴ്സ് റെലവെന്റ്, വേറെ ഏതെല്ലാം എക്സസൈസുകൾ, അതിൽ ഫങ്ഷണൽ സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ടാവും, ബയോമെട്രിക്സ് ഉണ്ടാവും, മറ്റേത് വേണമെങ്കിലും അങ്ങനെയുള്ളത്. അതുമാതിരി സ്ട്രെച്ചിങ് ഫോർ ഫ്ലെക്സിബിലിറ്റി, കൂൾ ഡൗൺ, അതുമാതിരി തന്നെ സ്റ്റുഡൻസിനെ ക്ലയന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫീഡ്ബാക്കുകൾ, കാര്യങ്ങൾ എല്ലാം, ഇതെല്ലാം ചേർന്നതാണ് ഒരു പ്രാക്ടിക്കൽ എക്സാം. എന്നുവെച്ചാൽ ഒരു സെഷന്റെ ഇതാണ് ഒരു പ്രാക്ടിക്കൽ എക്സാം ആയിട്ട് വരുന്നത്. മിനിമം പിന്നെ ഹോം അസൈൻമെന്റുകൾ, അതായത് നിങ്ങൾക്ക് മൊത്തം എക്സാമിനേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ വരുന്നത് ഹോം അസൈൻമെന്റ് ഉണ്ട്, തിയറി എക്സാം ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, വിവാവസ് ഉണ്ട്, പ്രാക്ടിക്കൽ ടീച്ചിങ് അസസ്മെന്റ് ഉണ്ട്. ഇത്രയാണ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വരുന്നത്, ഇൻക്ലൂഡിങ് ഹോം അസൈൻമെന്റ് അടക്കം. ഹോം അസൈൻമെന്റ് അത്യാവശ്യം വീട്ടിൽ നിന്ന് തയ്യാറാക്കേണ്ടതാണ്. മിനിമം പാസ് മാർക്ക് ലെവൽ 3 ആൻഡ് ലെവൽ 4. ലെവൽ 4 എന്ന് പറഞ്ഞാൽ ബോംബെ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണ്. EREPSന്റെ ക്വാളിഫിക്കേഷൻ. ബോംബെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിഫിക്കേഷൻ ലെവൽ 3 ആണ്. ലെവൽ 3 ആണ്, പ്ലസ് അഡീഷണൽ കുറച്ച് സബ്ജക്റ്റുകളും ചേർന്നതാണ്. മിനിമം പാസ് മാർക്ക് 50% മിനിമം പാസ് മാർക്ക് വേണം. മൊത്തം 1000 മാർക്കാണ് ഈ പറയുന്ന ഹോം അസൈൻമെന്റുകളും തിയറി MCQസും അതുപോലെ തന്നെ വൈവയും പ്രാക്ടിക്കൽ ഹൗ ടു ടീച്ച് എക്സാമിനേഷനും എല്ലാം കൂടി മൊത്തം 1000 മാർക്കിൽ 50% ആണ് മിനിമം മാർക്ക് ജയിക്കാൻ വേണ്ടത്. 500 മാർക്ക്. അതിൽ EREPS ലെവൽ 4 ചെയ്യണമെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അല്ലെങ്കിൽ ലെവൽ 3 എക്സാമിനേഷന് നിങ്ങൾക്ക് 70% മാർക്ക് സ്കോർ ചെയ്യണം. അത് അത്യാവശ്യം നല്ല തലയിൽ നേരത്തെ പറഞ്ഞ ആൾ താമസവും അന്നാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് വീഡിയോ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കേട്ട് എഴുതി ഓരോ പോയിന്റുകൾ എഴുതിയെടുത്ത് പഠിച്ച് നോട്ട് എഴുതി പോകിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, അത് +2കാരനാവട്ടെ ഈവൻ 10th-കാരനാവട്ടെ, അയാൾ നാളെ +2 എടുത്ത് വന്നിട്ട് ആള് ചെയ്തു വരുമ്പോ
ഒരുപക്ഷെ ഒരു ഗ്രാജുവേറ്റിനേക്കാൾ നന്നായി പെർഫോം ചെയ്ത പിള്ളേരുണ്ട്. അവർ 70% മേലെ മാർക്ക് മേടിച്ച് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ക്വാളിഫൈ ആവുന്നു. അപ്പൊ എഡ്യൂക്കേഷൻ മാത്രം, ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളോ, ഈവൻ ഡോക്ടർ ആയാൽ പോലും നിങ്ങളത് എങ്ങനെയാണ് അത് ഏറ്റെടുക്കുന്നത്, എത്രമാത്രം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ്, പാഷനേറ്റഡ് ആണ്, ആപ്റ്റിറ്റ്യൂഡ് ആണ്, കമ്മിറ്റഡ് ആണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നത് എന്തുമാത്രമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ ഈ റിസൾട്ട് അല്ലെങ്കിൽ മാർക്കിന്റെ തോത് എന്ന് പറയുന്നത്. കോഴ്സ് എക്സാമിനേഷൻ റിസൾട്ട് അത് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിനനുസരിച്ച് ഓരോ ഗ്രേഡുകൾ ഉണ്ട്. പെർസെൻറ്റേജ് കണക്കിൽ 1000 മാർക്കാണ് ടോട്ടൽ. ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ 50% താഴെ നിങ്ങൾ 49.9% മാർക്ക് കിട്ടിയാൽ അത് ഗ്രേഡ് ഡി എന്ന് പറഞ്ഞാൽ ഫെയിലാണ്. റീ എക്സാം 3 മാസത്തിനുള്ളിൽ അവർക്ക് റീ എക്സാം ചെയ്യാനുള്ള ടൈം 3 മാസത്തിനുള്ളിലാണ്. അത് രണ്ടാമത് റീ എക്സാം ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. അതിൽ പിന്നെ മാത്രമല്ല പല നിബന്ധനകൾക്കും വിധേയമായിട്ടാണ് അത് വരുന്നത്. ഇപ്പൊ 50 മുതൽ 55% വരെ മാർക്ക് ഉള്ളവർക്ക് സി ഗ്രേഡ്, അതായത് പാസ്സാവുന്നവർക്ക്, പാസ്സായിട്ട് നിങ്ങൾ ഈ പറയുന്ന 500-550 മാർക്ക് മേടിക്കുന്ന ഒരു സി ഗ്രേഡിൽ വരും. അതിൻ്റെ ഇടയിൽ 550 മുതൽ ഒരു 600 മാർക്കിനിടയിൽ വരുന്ന ഒരു ബി ഗ്രേഡിൽ വരും. 600 മുതൽ ഒരു 700 മാർക്കിന്റെ ഇടയിൽ മേടിക്കുന്നവർക്ക് എ ഗ്രേഡ് വരും. അതായത് 60 to 70%. 70ക്ക് എബവ് മേടിക്കുന്നവരൊക്കെ ഒ ഗ്രേഡ്. ഈ കാറ്റഗറിയിൽ വരുന്നവർക്കാണ് ഇറഫ്സിനുള്ള ക്വാളിഫിക്കേഷൻ. പാസ്സായ മാത്രം പോരാ, ഈ കാറ്റഗറിയിൽ വരും. അത് ഇന്ന് മെജോറിറ്റി അവിടെ ഗ്രാജുവേഷനാണോ +2 ആണോ ഇതൊന്നും വിഷയമല്ല. അവര് ആത്മാർത്ഥമായി പഠിച്ച് മിടുക്ക് തെളിയിക്കാൻ കഴിവുള്ളവർ ഇന്ന് കൂടി വരുന്നുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇറഫ്സ് ലെവൽ 4 ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇറഫ്സ് ലെവൽ 4 വേറെ എക്സാം ഇല്ല. അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തിയറി, പ്രാക്ടിക്കൽ, ഈ പറയുന്ന മറ്റുള്ള അസൈൻമെന്റുകൾ കൂടെ ഏൺ ചെയ്യുന്ന മാർക്ക് മതി. അതിന് വേറെ എക്സാം ഇല്ല. അതൊരു രജിസ്റ്റർ ആണ്. ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അതൊരു രജിസ്റ്റർ ആണ്. ക്വാളിഫിക്കേഷൻ ഇത് നമ്മളുടെ ഈ പറയുന്ന ടോട്ടൽ എക്സാമിനേഷൻ ലെവൽ 4 CCPFT തീരും. പാസ്സായി കിട്ടുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു എൻഡോഴ്സ്മെന്റ് ലെറ്റർ ഉണ്ടാവും, പെർഫോമൻസ് എൻഡോഴ്സ്മെന്റ് ലെറ്റർ. അതായത് ഫിറ്റ് ടു വർക്ക് ആസ് എ പേഴ്സണൽ ട്രെയിനർ, എലിജിബിൾ ടു വർക്ക് ആസ് എ പേഴ്സണൽ ട്രെയിനർ എന്ന് പറഞ്ഞുള്ള ഒരു ആധികാരിക ലെറ്ററും അതിലുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞു ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് ഉള്ളതെന്നുള്ളത്. 7 സർട്ടിഫിക്കറ്റ് ലെവൽ 3യിലും, പിന്നെ വേണമെങ്കിൽ ലെവൽ 3കാർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQ ലെവൽ 4 RPF സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റണമാവും. അതുകൂടാണ്ട് പിന്നെ അഡീഷണൽ സർട്ടിഫിക്കേഷൻ വരുന്നത് പ്രൈമറി ന്യൂട്രീഷൻ കൺസൾട്ടന്റ് സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എക്സസൈസ് സൈക്കോളജി സർട്ടിഫിക്കേഷൻ, ഇറഫ്സ് ലെവൽ 4 സർട്ടിഫിക്കേഷൻ ലെവൽ 4 ആയിരിക്കും വരുന്നത്. മൊത്തം ഒരു 10-11 സർട്ടിഫിക്കേഷൻസ് ആണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞു ലെവൽ 3 സർട്ടിഫിക്കേഷൻ റിന്യൂവബിൾ അല്ല, പക്ഷേ CUES യൂണിറ്റുകൾ 3 കൊല്ലത്തിനുള്ളിൽ ഏൺ ചെയ്തിരിക്കണം. റിന്യൂവൽ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കിൽ ഇന്ത്യ സർട്ടിഫിക്കേഷൻ വിത്ത് എക്സാമിനേഷൻ, NSQ, അതുപോലെ തന്നെ ഇറഫ്സ് ലെവൽ 4 സർട്ടിഫിക്കറ്റ് അത് ഇയർലി റിന്യൂ ചെയ്യണം. UARFs എടുക്കുന്നവർ എല്ലാ കൊല്ലവും റിന്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാ കൊല്ലവും CPDs ഏൺ ചെയ്യാൻ വേണം. എല്ലാ കൊല്ലം 2 കൊല്ലം കൂടുമ്പോൾ UARFs CPD കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് യൂണിറ്റ്സ്, അതാണ് CPD എന്ന് പറയുന്നത്. അത് ഏൺ ചെയ്യണം എവരി 2 years. പിന്നെ നിങ്ങൾക്ക് എൻറോൾമെന്റ് സമയത്തും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ കോഴ്സ് ഓവർവ്യൂ വെബിനാർ സമയത്തും പറയുന്ന കാര്യങ്ങളിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് പാലിച്ച് തന്നെ പോകണം. അത് വയലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എൻറോൾമെന്റ് ഫോം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എൻറോൾ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ ഈ ഓവർവ്യൂ വെബിനാറിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെല്ലാം നിങ്ങൾ റൂള് പ്രകാരം എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ക്യാൻസലേഷൻ ഓഫ്, അതായത് ഇതിൽ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കോഴ്സിന് എൻറോൾ ചെയ്തു,
കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാല് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. പല കാരണങ്ങളിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് വരാറുണ്ട്, വല്ല അസുഖങ്ങൾ ബാധിച്ചിട്ട്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ട്, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതെ, അങ്ങനെ പല രീതിയിലുള്ള. അപ്പൊ അതില് റീഫണ്ടിന്റെ എലിജിബിലിറ്റി ആണ് പറയുന്നത്. എല്ലാ സമയത്തും റീഫണ്ടിന് എലിജിബിൾ ആയില്ല. അതിന് പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോ ക്യാൻസലേഷൻ ഓഫ് എൻറോൾമെന്റ് ബിഫോർ സ്റ്റാർട്ട് ഓഫ് കോഴ്സ്. ഇപ്പൊ നിങ്ങൾ കോഴ്സിൽ ചേർന്ന് ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം വന്ന് ഈ ബാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലും, ഒന്നുകിൽ ആ ഫീസ്, അത് അഡ്മിഷൻ ഫീസ് ആയാലും ശരി, നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ഫീസ് ആയാലും ശരി, ലംസ ഫീസ് ആയാലും ശരി, നിങ്ങൾക്ക് അടുത്ത ബാച്ചിലേക്ക് വേണമെങ്കിൽ അതേ ഇത് വെച്ചിട്ട് ക്രെഡിറ്റ് ചെയ്ത് അടുത്ത ബാച്ചിലേക്ക് വേണം. അല്ലെങ്കിൽ റീഫണ്ട് വേണം. ഇനിയിപ്പോൾ എന്നാൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഉറപ്പില്ല. റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ റീഫണ്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ 2500 രൂപ അഡ്മിഷൻ പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് എടുക്കും. ഏറ്റവും മിനിമം 2500 ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ക്ലാസ് തുടങ്ങി 2-3 ദിവസം നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ 5500 രൂപ കിഴിച്ചിട്ടാണ് തരിക അഡ്മിഷൻ പ്രോസസ്സിംഗ് ചാർജ്. അതുപോലെ തന്നെ ആഫ്റ്റർ സ്റ്റാർട്ട് ഓഫ് തിയറി മോഡ്യൂൾ ഈ സ്റ്റുഡന്റ് ഹാസ് അറ്റൻഡഡ് 4 or more 4 ക്ലാസ്സോ അതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും എന്താ പറയാ റീഫണ്ടിങ് ഇല്ല. അവർക്ക് ചെയ്യാവുന്നത് നെക്സ്റ്റ് ബാച്ചിലേക്ക് അവർക്ക് എന്താ പറയാ എൻറോൾ ചെയ്യാം. പക്ഷെ അങ്ങനെ എൻറോൾ ചെയ്യുന്നവർ അത് ഒരു കൊല്ലത്തിനുള്ളിൽ, അതായത് 12 മാസത്തിനുള്ളിൽ എൻറോൾ ചെയ്യണം. 12 മാസം വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ റീഫണ്ട് കിട്ടുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് തുടങ്ങി 3-4 ക്ലാസ് കഴിഞ്ഞവർക്ക് റീഫണ്ട് കിട്ടുന്നതല്ല. അത് പക്ഷെ അടച്ച ഫീസ് ക്രെഡിറ്റ് ചെയ്ത് അടുത്ത ബാച്ചിലേക്ക് മാറാം. പക്ഷെ അടുത്ത ബാച്ചിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ഈ ഫീസ് സ്ട്രക്ചർ അല്ല അടുത്ത ബാച്ച് എന്ന് വെച്ചാൽ ആ ഫീസ് അപ്ലിക്കബിൾ ആവും അവർക്ക്. അതുപോലെ തന്നെ ഡിഫോൾട്ട് ഫീ 2500 രൂപ വേറെയും വരും. അപ്പൊ സെയിം ഫീസ് ആണെങ്കിൽ പ്രശ്നമില്ല. ഡിഫോൾട്ട് ഫീ 2500 മാത്രമേ വരുള്ളൂ. അപ്പൊ ഫീസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അവർ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പൊ പ്രാക്ടിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വേരിയസ് റീസൺ കൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റീഫണ്ട് ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ 7 സർട്ടിഫിക്കേഷനിൽ ചിലതൊക്കെ നിങ്ങൾക്ക് തരും. കോഴ്സ് ഡിസ്കണ്ടിന്യൂ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തു, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ഗ്രേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ തിരിച്ചിട്ട്, ഇപ്പൊ അസൈൻമെന്റിൽ ആണ് നിങ്ങൾക്ക് മാർക്ക് പ്രതീക്ഷിച്ച കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇവാലുവേഷന് അപ്പീൽ ചെയ്യാൻ പറ്റും. 1500 രൂപ അടച്ച് അപ്പീൽ ചെയ്യാം. അതിന് തിയറി എക്സാം ആണ് നിങ്ങൾക്ക് അപ്പീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ 2000 രൂപ അടച്ച് തിയറി എക്സാമിന്റെ ഇവാലുവേഷൻ കൊടുക്കാം. പ്രാക്ടിക്കൽ അസസ്മെന്റ് ആൻഡ് വിവാവോസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2500 രൂപ കൊടുക്കാം. ഇനി എല്ലാ സെക്ഷനും അപ്പീൽ ചെയ്യണമെങ്കിൽ, അതായത് അസൈൻമെന്റ്, തിയറി, പ്രാക്ടിക്കല്, വൈവ, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എല്ലാം കൂടി അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളവർക്ക് നിങ്ങൾക്ക് എന്താ പറയാ 6000 രൂപ അടച്ച എല്ലാത്തിലും റിവാലുവേഷൻ നടത്താൻ പറ്റും. എല്ലാത്തിലും. അപ്പൊ അർഹതയുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താ പറയാ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും, മാർക്ക് കൂട്ടി കിട്ടും. ചിലപ്പോൾ അതിനൊരു റിസ്ക് ഉള്ളത്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് റീവാലുവേഷൻ ചെയ്യുന്ന അസസേഴ്സ് നിങ്ങൾക്ക് ആൾറെഡി കിട്ടിയ മാർക്കിന് അർഹതയില്ലാത്തവരാണെങ്കിൽ അവർ ഡൗൺഗ്രേഡ് ചെയ്യും. അപ്പൊ മാർക്ക് കുറയും. അല്ലെങ്കിൽ സെയിം മാർക്ക് തന്നെ, കറക്റ്റ് ആണ്, വാല്യുവേഷൻ ചെയ്തപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം മാർക്ക് തന്നെ ആയിരിക്കും. അതല്ല കൂടുതൽ മാർക്കിന് അർഹത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മാർക്ക് കിട്ടും, യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ റിവാലുവേഷന് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പീൽ ചെയ്യുമ്പോൾ എന്താണ് ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഈ വെബ്സൈറ്റിൽ, അതായത് ഗായോന്റെ വെബ്സൈറ്റിലും മറ്റു ഇറബ്സിന്റെ വെബ്സൈറ്റിലും ഒക്കെ തന്നെ നിങ്ങളുടെ പേരുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അപ്പീൽ ചെയ്യുമ്പോൾ അത് വിത്ത് ഹെൽഡ് ചെയ്യും. കാരണം പിന്നെ അതിന്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവുള്ളൂ. അപ്പൊ അത് മരവിപ്പിച്ചു വയ്ക്കും ആ സമയത്ത്, റിവാലുവേഷൻ സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബാച്ചിൽ ചെയ്യാൻ പറ്റില്ല, രണ്ടാമത്
റീ എക്സാം ചെയ്യേണ്ടി വരികയാണ്, അല്ലെങ്കിൽ തോറ്റു ഫെയിലായി നിൽക്കി, ഫെയിലായാലും നിങ്ങൾക്ക് 2500 രൂപ അടച്ച് നിങ്ങൾക്ക് റീ എക്സാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് ഏതിലാണ് ഫെയിൽ? ഹോം അസൈൻമെന്റിലാണെങ്കിൽ 2500, തിയറിയിലാണെങ്കിൽ അത് ഓരോ സെക്ഷനും 2500 സാധാരണഗതിയിൽ എല്ലാത്തിനും ഒരുമിച്ച് ഫെയിൽ ആവില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് അധികം ഫെയിലായി കാണാറ്. അതും പ്രാക്ടിക്കൽ ആൻഡ് വിവാഹോസിലാണ് പലരും ഫെയിലായി കാണാറ്. വിവാഹോസാണ്, അതായത് വൈവ ക്വസ്റ്റ്യൻസിലാണ് അധികം ഫെയിലാവുന്നത്. പക്ഷെ നമ്മൾ പരമാവധി പരാജയപ്പെടുന്നവരുടെ എണ്ണം തുലവും കുറവാണ്. ഒരു 1, 2, 3, 4 ആളൊക്കെയാണ് അങ്ങനെ. മാക്സിമം ഇതുവരെ ഒരു വളരെ അപൂർവ ഒരു ബാച്ചിൽ മാത്രം 4 പേര് ഫെയിലായിട്ടുള്ളൂ, റീ എക്സാം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ആരും ഫെയിലായിട്ടില്ല. ഇപ്പൊ ഈ 3-4 ദിവസം മുന്നൊരു വാലിഡിക്ഷൻ സെറിമണി സർട്ടിഫിക്കേഷൻ ആരും ഫെയിലായിട്ടില്ല. ഇപ്പൊ ഇന്നലെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഒരു ബാച്ചിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അതിലും ആരും ഫെയിലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ അതിന്റെ മുമ്പത്തെ ഇപ്പൊ അടുത്ത കഴിഞ്ഞ ഒരു 2-3 ബാച്ചിൽ ആരും ഫെയിലായിട്ടില്ല. അതിന് മുമ്പത്തെ ബാച്ചുകളിലൊക്കെയാണ് രണ്ടാമത് എക്സാം ചെയ്യേണ്ടി ഫെയിലായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 3 ബാച്ചിൽ ആരും ഫെയിലായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇത് ഒരു ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഒക്കെ തിയറി ക്ലാസ്സുകളൊക്കെ പോകുന്നത് എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് പലതരത്തിലുള്ള അസസ്മെന്റുകളുണ്ട്. അത് പേഴ്സണൽ ട്രെയിനിങ്ങിന് ഭയങ്കര കാതലായ ഒരു സംഭവമാണ് അസസ്മെന്റും. ആ അസസ്മെന്റിന്റെ റിസൾട്ട് അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നു. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു അസസ്മെന്റ് ഒരാൾക്ക് സ്കോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള രസം. ഇപ്പം ഇന്ന് പല ജിമ്മുകളിലും വന്നാലുടനെ ലെഗിനുള്ള വർക്കൗട്ടിൽ സ്കോട്ട് ഉൾപ്പെടെ ഒരു അസസ്മെന്റും നോക്കാറില്ല. അത് യോഗ്യമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യായാമങ്ങളിൽ ഒന്നാണ് വെയിറ്റഡ് സ്കോട്ട് ആയാലും ഫ്രീ സ്കോട്ട് ആയാലും ബോഡി വെയിറ്റ് സ്കോട്ട് ആയാലും. അപ്പൊ അതിന്റെ അസസ്മെന്റുകൾ ഓരോന്നും നമ്മൾ എടുത്തിട്ട് അത് ഫ്രീ സ്കോട്ട് പോലും ചെയ്യാൻ യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ആ എക്സസൈസ് ചെയ്യിപ്പിക്കില്ല. അത് എന്തുകൊണ്ട് ആണ് അയാൾക്ക് അത് ഒരു പ്രോപ്പറായിട്ട് ഫ്രീ സ്കോട്ട് ഇരുന്നേക്കാം. സ്കോട്ടിന്റെ എന്താ പറയാ ബയോ മെക്കാനിക്കൽ ഫങ്ഷൻ അനുസരിച്ച് ഒരാൾക്ക് ഇരുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ഇഷ്യൂസ് ഒക്കെയാണ് അതിന് കാരണം. അത് കണ്ടെത്തിയിട്ട് അതിനുള്ള കറക്റ്റീവ് എക്സസൈസ് കൊടുത്ത് കറക്റ്റ് ആക്കിയതിനു ശേഷമാണ് ഫ്രീ സ്കോട്ടായാലും സ്കോട്ടായാലും ചെയ്യിക്കും. ഇപ്പൊ ഇവിടെ ഒരു സ്കോട്ടിങ്ങിന്റെ 2 മാതൃകകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഇതിൽ ഏത് സ്കോട്ടാണ് കറക്റ്റ് എന്നൊന്ന് ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഇതിൽ ഏത് സ്കോട്ടാണ് കറക്റ്റ്? ഈ 2 ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സ്കോട്ടാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ സർ. എല്ലാവരുടെ അഭിപ്രായം ഫസ്റ്റ് വൺ തന്നെയാണോ? ഫസ്റ്റ് ഓക്കെ. അതെ സർ മേ ബി ബോഡിയുടെ അനാട്ടമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെ? ബോഡിയുടെ അനാട്ടമിനെ ഡിപ്പെൻസ് ആയിരിക്കും. ബോഡിയുടെ അനാട്ടമിനെ ഡിപ്പെൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാട്ടമിനെ, അതായത് ഇവിടെ ഞാൻ ഇത് അനാട്ടമിക്കൊന്നും പോണ്ട, ഇവിടെ കാണിച്ചിട്ടുള്ള 2 എണ്ണത്തില് ഏതാണ് ശരി എന്നാണ് എന്റെ ചോദ്യം. രണ്ടും ശരിയാണ്. ആദ്യത്തത് ശരിയാണ്, 2 ശരിയാണ്. രണ്ടാമത്തത് ശരിയാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. രണ്ടാമത്തതാണ് ശരി എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പൊ ആദ്യത്തത് ശരിയാണ് എന്ന് പറയാൻ കാരണങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് ആദ്യത്തത് ശരിയല്ല രണ്ടാമത്തത് ശരിയാണെന്ന് പറയാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. 2 ശരിയാണെന്ന് പറയാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഇനി 2 ശരിയല്ല എന്ന് പറയുന്നവരാരെങ്കിലും? ആരുമില്ല. എന്നാൽ ഒരാളുണ്ട്. അതാരാണ്? ഞാൻ. ഇത് 2 ശരിയല്ല. കാരണം ഇത് ശരിയെന്ന് പറഞ്ഞ ആൾക്കാർ നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ ടോർസോ ലീൻ ഫോർവേഡ് ആണോ, ലോവർ ബാക്കിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പർ ബാക്കിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. അത് നോക്കുമ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടുന്ന് നമ്മളുടെ പെൽവിസിന് താഴേക്കുള്ള ഭാഗങ്ങൾ, എസ്പെഷ്യലി മുട്ടിന് താഴേക്കുള്ള ഭാഗത്തേക്ക് ഉള്ള അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. കാരണം ടോസും കടന്ന് വലിയൊരു ദൂരത്തോളം, ഏകദേശം ഇത്ര ദൂരത്തോളം ഫോർവേഡ് വന്നിട്ടുണ്ട്. ഇനി കണ്ട
ചെറിയ രീതിയിൽ പെർമിസബിൾ ആണ്. പക്ഷെ ഇത്രയും ഇതിൽ അത് പെർമിസബിൾ അല്ല. ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് കുട്ടിന്ന് അല്ലെങ്കിൽ ടോസിൽ നിന്ന് ഇത്രയും എന്താ പറയുക ലീൻ ഫോർവേഡ് മീൻസ് നീ ഫോർവേഡ് ഡിസ്ഫങ്ഷൻ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിൽ മുട്ട് ഫോർവേഡ് വന്നു അത് അസസ് ചെയ്യാൻ പഠിക്കും. അവിടെയാണ് നമ്മളുടെ കോഴ്സിലുള്ള അസസ്മെന്റിന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പേഴ്സണൽ ട്രെയിനിങ്ങിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ വളരെ പ്രാധാന്യത്തോടെ എടുത്ത് പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ഇതാണ് അസസ്മെന്റ് എടുക്കുന്നത്. ഇത് നോക്കാതെ നിങ്ങൾ എക്സസൈസ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നിലവിൽ അവർക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണ്, മുട്ട് ഫോർവേഡ് പോകുന്ന ഒരു പ്രശ്നമാണ്. അത് നോക്കാതെ നിങ്ങൾ ഫ്രീ സ്കോട്ട് ചെയ്യിപ്പിക്കുന്നു, വെയിറ്റ് എടുത്തുള്ള സ്കോട്ടുകൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡീകണ്ടീഷനേക്കാളും കൂടുതൽ വേഴ്സ് ആവും. അവരെ വെയിറ്റ് കുറഞ്ഞുണ്ടാവും, മസിൽ ഇട്ടോൺ ഉണ്ടാവും, ഷേപ്പ് ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, സ്ട്രക്ചർ മാറുന്നുണ്ടാവും, സ്റ്റാമിന ഇതൊക്കെ നടക്കും. പക്ഷേ അവരെ കൂടുതൽ ഡീകണ്ടീഷൻ ആക്കുന്നത് പല കാരണങ്ങളെ കൊണ്ട്. കാരണം ഇത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വന്നേക്കാൾ ഡീകണ്ടീഷൻ ആവും. അവരുടെ സ്റ്റാമിന കൂടിയത് ഇമ്പോർട്ടൻ്റ് അല്ല, അവരുടെ മസിൽ കൂടിയത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഡീകണ്ടീഷൻ ആവുക ചെയ്യുന്നത് ഈ പ്രശ്നം അഡ്രസ് ചെയ്യാത്തതുകൊണ്ട്. അവരെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തിട്ട് എടുക്കണം, എന്നിട്ട് വേണം ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഒപ്പം നമ്മൾ കണ്ടീഷനും കൂടി എന്താ പറയാ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് ഡീകണ്ടീഷൻ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് വളരെ വളരെ എന്താ പറയാ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അവരെ കാശ് മേടിച്ചിട്ട് ഒരാളെ ഡീകണ്ടീഷൻ ആക്കുന്നത്. ഇനി ഇതിലേക്ക് വന്നാൽ നീ ഏറെക്കുറെ കറക്റ്റാണ്. നീ ഫോർവേഡ് കാര്യമായിട്ട് ടോസിൽ നിന്ന് പുറത്തേക്ക് വലിയ ചെറിയൊരു മാറ്റമുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ എന്താണ്, ടോർസോ ലീൻ ഫോർവേഡ് ആണ്. ഇതുപോലെ അല്ല ഇവിടെ ടോർസോ എന്ന് വെച്ചാൽ അപ്പർ ബോഡി ലീൻ ഫോർവേഡ് ആണ്. ഡെഡ് ലിഫ്റ്റിന്റെ സ്റ്റൈലാണ് അപ്പർ ബോഡി ഇവിടെ നിൽക്കുന്നത്, സ്കോട്ടിന്റെ പോലെ അല്ല. മനസ്സിലാണ്? അപ്പൊ ഇതും ശരിയല്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ലീൻ ഫോർവേഡ് പോകുന്നത്? അതിന്റെ കാരണം ഇവിടെ നീ ലീൻ ഫോർവേഡ് നീ ഫോർവേഡ് പോയതിന് ഒരു കാരണം ഉള്ളത് പോലെ തന്നെ. അല്ലെങ്കിൽ ചിലർക്ക് ഇരിക്കുമ്പോൾ ഹീല് വന്നാണ് ചിലർക്ക് ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നോർമൽ സ്കോട്ടിന്റെ ഫീറ്റ് വിടുത്ത് ആയിരിക്കില്ല ചിലർക്ക് വൈഡ് ചെയ്ത് വെക്കണം. അതിനൊരു കാരണമുണ്ട്, പല കാരണമുണ്ട്, പല കാരണം. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് വെയിറ്റ് ഇല്ലാതെ ഇരിക്കാൻ പഠിച്ചാൽ മാത്രമേ വെയിറ്റ് എടുത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ വെയിറ്റ് ഇല്ലാതെ ഫ്രീ സ്കോട്ട്, ബോഡി വെയിറ്റ് സ്കോട്ട് ചെയ്യാൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ചിലപ്പോൾ ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും. മനസ്സിലുണ്ടോ? ചിലപ്പോൾ ഒരാൾ സ്കോട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് സ്കോട്ട് ചെയ്യണമെങ്കിൽ ഒരു കൊല്ലെങ്കിലും എടുക്കും ചില ആൾക്കാർ, അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കലും അത് അഡ്രസ്സ് ചെയ്തതിനുള്ള കറക്റ്റീവ് എക്സസൈസുകളും കാര്യങ്ങളും അതാണ് ഞങ്ങളുടെ കോഴ്സിലെ കാതലായ കാര്യങ്ങൾ. ഇതുപോലുള്ള കാര്യങ്ങൾ അത് എത്ര പേര് ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു ചോദ്യം. ഇപ്പൊ എങ്ങനെയാണ് ഒരാൾ ഫ്രീ സ്കോട്ട് ചെയ്ത് പെർഫെക്റ്റ്, അത് ഈ വീഡിയോ കാണിച്ചത്. ഇതുമാതിരി വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ ഓൺലൈനിലും കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ ജോലി ചെയ്യാനായിട്ട് ഈ ഓൺലൈൻ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ വിടാതെ പഠിപ്പിക്കും. ഓൺലൈനിൽ ഒരുപാട് പേര് ഓഫ്ലൈൻ എടുക്കാതെ ഓൺലൈനിൽ ജോലി ചെയ്യുന്നുണ്ട്. കേട്ടോ, പെർഫെക്റ്റ് സ്കോട്ടിങ് ആണ്. നീ ഫോർവേഡ് അല്ല, ടോർസോ ലീൻ ഫോർവേഡ് ഇല്ല, ലംബാർ പെൽവിക് റീജിയൻ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇല്ല, നോർമൽ നാച്ചുറൽ വെർട്ടിബ്രൽ കർവാണ്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഇതേമാതിരി ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. ഫ്രീ സ്കോട്ട്, വെയിറ്റ് ഇല്ലാണ്ടുള്ള ഫ്രീ സ്കോട്ട് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഇതൊരു ഡോക്ടറാണ്, നമ്മുടെ കോഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ ഫ്രാൻസിസ് ഫെസ്റ്റാഡ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇത്. ഈ മോഡൽ എത്ര പെർഫെക്റ്റ് ആണെന്ന് നോക്കും. എത്ര പേർക്ക് ഇതിൽ ഞാൻ വെല്ലുവിളിക്കുന്നത് ബെറ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം സ്കോട്ടും ഫ്രീ സ്കോട്ടും ചെയ്യുന്ന ആളുകളായിരിക്കും, ജിമ്മിൽ പോയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള. പക്ഷെ ഇതുപോലെ പെർഫെക്റ്റ് ടോർസോ ആണ്, അപ്രൈറ്റ് ആണ്. നീ എവിടെ നിൽക്കും നോക്ക്. ലോവർ ബാക്കിൽ ഡിസ്ഫങ്ഷൻ ഇല്ല, അപ്പർ ബാക്കിൽ ഡിസ്ഫങ്ഷൻ ഇല്ല. ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് നമ്മുടെ രീതി. നമ്മുടെ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഇതുപോലെയുള്ള എന്താ പറയുക മുദ്രകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. യൂണിവേഴ്സിറ്റിയുടെ, കോളേജിന്റെ, ഇങ്ങനെയുള്ള ഇറഫ്സിന്റെ, ഗായോന്റെ. പിന്നെ നമ്മൾ ഇതേമാതിരി ഇപ്പൊ നേരത്തെ ഒരു വീഡിയോ കണ്ടു. ഇത് സിംഗിൾ ലെഗ് സ്കാപ്ഷൻ, ഫങ്ഷണൽ ട്രെയിനിങ് ഇല്ല, സിംഗിൾ ഒറ്റക്കാലിൽ നിന്നിട്ട് ഉള്ള വർക്കൗട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനത്തെ വർക്കൗട്ട് ഉണ്ട്. അത് വീഡിയോ ആയിട്ടുള്ള ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട്. ഇങ്ങനെ കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ വർക്ക് ചെയ്യാൻ പഠിക്കണ്ടേ? എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനിൽ ട്രെയിനിങ് കൊടുക്കുക?
അപ്പൊ ഇതുപോലെ വീഡിയോ ഇട്ട് കൊടുക്കും, നിങ്ങൾ കാട്ടിക്കൊടുത്ത് ഓൺലൈനിൽ നിന്ന് ഈ ലേഡി ചെയ്യുന്നതിന്റെ ഫ്രെയിമിൽ വന്ന് നിങ്ങൾ ചെയ്യും. അങ്ങനെ ആ രീതിയിൽ പഠിപ്പിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇന്നിപ്പോ ആദ്യമായിട്ട് തന്നെ സൂമിൽ കയറിയ ആൾക്കാരിന് ഇന്ന് ഡിജിറ്റ് ഇതൊക്കെ എത്ര വർഷങ്ങൾ മുമ്പ് തുടങ്ങി. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് സൂം എന്ന് പറയുന്നത് എന്താണ്, അതിൽ എങ്ങനെ കയറാം, അതിൽ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ എന്താണ്, അവര് ട്രെയിനിങ് എങ്ങനെ കൗൺസിലിംഗ് ചെയ്യാം, എങ്ങനെ ലെക്ചറിങ് ചെയ്യാം, എങ്ങനെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാം. ഇതൊക്കെ ഇന്നുള്ള കാലത്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പ്രൊഫഷണൽ ട്രെയിനർ ആവാൻ പറ്റില്ല. ഇതിൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ പഠിപ്പിക്കുന്നവരുടെ മാർക്കറ്റ് അൺലിമിറ്റഡ് ആണ്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ക്ലയന്റ്. ഓൺലൈൻ അതല്ല. ഇപ്പൊ തൃശ്ശൂര് ജില്ലയിലുള്ളവർക്ക് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് മാത്രമേ, അല്ലെങ്കിൽ ഒരു 3-5 കിലോമീറ്റർ അല്ല 5-10 കിലോമീറ്ററിനുള്ളിൽ നിന്ന് അവർക്ക് ക്ലയന്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാണ്ട? ഓൺലൈൻ ആണെങ്കിൽ തൃശ്ശൂരിന് പുറത്ത്, സംസ്ഥാനത്തിന് പുറത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കാം. ഇന്ത്യക്ക് പുറത്ത് എത്രയോ സ്റ്റുഡൻസ് ഞങ്ങളുടെ ട്രെയിനേഴ്സ് ഓൺലൈൻ മാത്രം ഇന്റർനാഷണൽ ലെവലിൽ എടുക്കുന്നുണ്ട്. എത്രയോ രാജ്യങ്ങൾ. ഞങ്ങൾക്ക് തന്നെ ടോക്കോംസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മുടെ ഗായോ എന്ന് പഠിച്ച ട്രെയിനേഴ്സിനാണ് നമ്മൾ അതിൽ പ്രാക്ടീസ് കൊടുത്തും പഠിപ്പിച്ചും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ 40-45 കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഓൺലൈൻ ടോക്കോംസിൽ. മിനി ആനന്ദ് മാമാണ് അത് തലപ്പത്ത് അത് നോക്കുന്നത് ചെയ്യിക്കുന്നത്. 5-10 സ്റ്റാഫുണ്ട് നമുക്ക്, ട്രെയിനേഴ്സൊക്കെ ഉൾപ്പെടെ. അപ്പൊ അതിനുള്ള സാധ്യത. അപ്പൊ അത് ഇങ്ങനത്തെ എന്താ പറയാ, ഇങ്ങനത്തെ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കണം, പഠിപ്പിക്കണം, ഒക്കെ പ്രാക്ടീസ് വേണം. അത് നമ്മൾ അതിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ നിങ്ങൾക്ക് എന്താ പറയാ എല്ലാം പ്രാക്ടീസ് തരുന്നത് അതുകൊണ്ടാണ്. ചിലർ ഓൺലൈൻ ആണില്ല എന്ന് ചിലർ പറയും, ചിലർക്ക് കംപ്ലീറ്റ് ഓൺലൈൻ മതി. അപ്പൊ ഇങ്ങനെ പല എന്താ പറയാ വ്യാഖ്യാനങ്ങളുണ്ട്. ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പൊ നമ്മുടെ ബാച്ച് തന്നെ അടുത്ത ബാച്ചും ഉന്നത ബാച്ചൊക്കെ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ പഠിക്കാണ്ടൊന്നും രക്ഷയില്ല. ഇനിയുള്ള കാലത്ത് തൊഴിലെടുക്കാൻ പറ്റില്ല. സാധ്യതകൾ ഇഷ്ടം പോലെ കൂടുകയാണ്. അപ്പൊ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ ലെവൽ 4 CCPFT. ലെവൽ 4 CCPFT അത് +2 പാസ്സായവർക്ക് ബോംബെ യൂണിവേഴ്സിറ്റി ബോംബെ യൂണിവേഴ്സിറ്റി CCPFT സർട്ടിഫിക്കേഷൻ ഇതുപോലെ ഇരിക്കും. മറ്റുള്ളവർക്ക് ലെവൽ 3 സർട്ടിഫിക്കേഷൻ CCPFT ഈ യൂണിവേഴ്സിറ്റി മുദ്ര ഉണ്ടായിരിക്കില്ല. യൂണിവേഴ്സിറ്റി മുദ്ര ഉണ്ടായിരിക്കില്ല, കോളേജിന്റെ മുദ്ര ഉണ്ടായിരിക്കില്ല, ബാക്കി എല്ലാ മുദ്രകളും ഉണ്ടായിരിക്കും. ഈ സർട്ടിഫിക്കേഷൻ ഇവിടെ ഗ്രേഡ് ഏത് ഗ്രേഡാണെന്ന് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോളോഗ്രാഫ് ഉണ്ട്. ഈ ഹോളോഗ്രാഫും ഇവിടെ QR സ്കാനറും വെച്ചിട്ടുള്ളത് ഇത് ഫേക്ക് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ വ്യാപകമായി നമ്മുടെ രാജ്യത്തും പുറത്തും ഫേക്ക് സർട്ടിഫിക്കറ്റ്. UAE ഭയങ്കര സ്ട്രിക്റ്റ് നിയമങ്ങളായി. ഇപ്പൊ ഒറ്റ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ പിടിച്ചിക്കാൻ പറ്റില്ല. പക്ഷെ അവർ റെയ്ഡ് നടത്തി, ഒരുപാട് റെയ്ഡ് നടത്തുന്നുണ്ട്, ഒരുപാട് പേരെ പിടിക്കുന്നുണ്ട്. കാരണം അതൊക്കെ ഇങ്ങനത്തെ ഹോളോഗ്രാംസും അതുപോലെ തന്നെ QR കോഡും വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് അവരുടെ പേര് നിങ്ങളെ തെളിഞ്ഞു വരും. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നമ്പർ, പേര്, കാര്യങ്ങൾ എല്ലാം കൃത്യമാണ് നോക്കുക, അല്ലെങ്കിൽ വരില്ല. EREPS അടക്കമുണ്ട്. EREPS ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQL ലെവൽ 4 IREPS ഉണ്ട്. റെപ്സിന്റെ അല്ല, IREPS ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ്. റെപ്സിന്റെ പ്രൈവറ്റ് ആണ്. അപ്പൊ അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോർട്ടലിൽ ഉണ്ടാവും നിങ്ങളുടെ പേര്, EREPSന്റെ പോർട്ടലിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഗായോന്റെ പോർട്ടലിൽ ഉണ്ടാവും. അതൊക്കെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഈ കോളേജിന്റെ പോർട്ടലിൽ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന കോഡുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് ആണോ, കാശ് കൊടുത്ത് പഠിച്ചാണോ, പഠിക്കാണ്ട് വന്നതാണോ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വന്നതാണോ ഒക്കെ പിടിക്കപ്പെടുന്ന കാരണം ഉണ്ട്. ഇപ്പോഴും പഠിക്കാണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നത്, ചേരാണ്ട് കാശ് തന്ന് കൂടുതൽ തന്നാൽ പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. അവർക്ക് കാലഘട്ടത്തെ കുറിച്ച് അവർക്ക് അത്രേ ഉള്ളു ബോധം. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQL ലെവൽ 4 സർട്ടിഫിക്കേഷൻ. അവർക്കൊണ്ട് QR കോഡും കാര്യങ്ങളും. ഇതാണ് 2 കൊല്ലം കൂടുമ്പോൾ പുതുക്കേണ്ട സർട്ടിഫിക്കറ്റ്. ഇത് 2 കൊല്ലം കൂടുമ്പോൾ എക്സാമിനേഷൻ ചെയ്യണം. ഓൺലൈനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം, തിയറി, പിന്നെ അവരൊരു ചെറിയ ഇന്റർവ്യൂ ചെയ്യും. അതായത് വൈവ ഇന്റർവ്യൂ ഉണ്ട്. നോർമലി ഇത് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതുവരെ ആർക്കും വലിയ പരാജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതാണ്
RPN ഇതാണ് ഇറപ്സിന്റെ സർട്ടിഫിക്കേഷൻ. ഇതൊരു രജിസ്റ്റർ ആണ്. ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ രജിസ്റ്ററിൽ യൂറോപ്യൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇറപ്സ് ലെവൽ 4 ആ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ട് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. ഏത് രാജ്യത്താണ് ഇത് കൊണ്ടുപോയത് അവിടുന്ന് അവർ ഉടനെ തിരിച്ചു വിടും. മാത്രമല്ല ചിലപ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ട് പോകാനും പറ്റില്ല. ഇതാണ് UAE ഇറപ്സിന്റെ സർട്ടിഫിക്കറ്റ്. ഇവർക്കുണ്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. ഇത് ഒരുപാട് പേര് ഫേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് UAE. അപ്പൊ അത് കാരണം പുതിയ നിയമങ്ങൾ 2024 പുതിയ ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. അത് പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ എൻട്രൻസ് എക്സാം വെക്കുന്നുണ്ട് ഈ പറയുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. കാരണം നമ്മുടെ കുട്ടികൾക്ക് അത്തരം എൻട്രൻസ് എക്സാം ഭയങ്കര ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അവിടുത്തെ ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എൻട്രൻസ് എക്സാം ഈ 2024 മുതൽ UAE ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റുകളും മറ്റും കണ്ടമാരി വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഹൈഫൈ ജിമ്മുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ, വലിയ അതായത് വലിയ സാലറിയും വലിയ ഇൻസെന്റീവും ഒക്കെ ഉള്ള ജിമ്മുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് അത്തരം ജിമ്മുകളിലേക്കുള്ള രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ പറയാം. പക്ഷെ അവിടുത്തെ ഇന്റർവ്യൂ നമ്മുടെ സാധാരണ നാട്ടിലെ ഇന്റർവ്യൂ പോലെയല്ല. അവര് എന്താ പറയാ നിങ്ങളെ ഓൺലൈനിൽ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ തന്ന് അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും, ക്വസ്റ്റ്യൻ പേപ്പർ പോലുള്ളത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ടീച്ചിങ് സ്റ്റൈൽ, ഹൗ ടു ടീച്ച്, അത്തരം ഇങ്ങനെ 4-5 തരം ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ പിള്ളേരൊക്കെ അതുപോലുള്ള ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഫിറ്റ്നസ് ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് ഈ രാജ്യത്തുണ്ട്, പുറത്തുണ്ട്, പലയിടത്തും ഉണ്ട്. അപ്പൊ ആരോ ഓഡിയോ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ, ഓഡിയോ ഓൺ ആക്കിയിരിക്കുന്നത്. ആ ഡിസ്റ്റർബൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അപ്പൊ നല്ല, അതായത് വേൾഡ് ക്ലാസ് സിലബസ് ആണ് നമ്മളത്. അതുകൊണ്ട് തന്നെ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുമ്പോൾ ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് നമ്മൾ നിങ്ങളെ എല്ലാവരെയും രൂപപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷെ എത്താൻ പറ്റുന്നത് ഒരു ബാച്ചിലെ ഒരു 25-30% ആൾക്കാർക്ക് പറ്റും. അതിപ്പോ O ഗ്രേഡ് ആണ്, B ഗ്രേഡ് ആണ്, C ഗ്രേഡ് വിഷയമില്ല. അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സാമിനേഷൻ ഇന്റർവ്യൂ ആണ്. അത് നല്ല സ്റ്റാൻഡേർഡുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഒരു സിമ്പിൾ ഇന്റർവ്യൂ ഉണ്ടെന്ന് അവർ ജോലി തരില്ല. ഇപ്പൊ ഈ റീസെന്റ് ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്ന നമ്മുടെ ഒരു ട്രെയിനർ ഈ കഴിഞ്ഞ അവരുടെ വാലിഡേഷൻ സെറമണി 2 ദിവസം മുന്നേ കഴിഞ്ഞു. അതിന് മുന്നേ അവന് ജോലി കിട്ടും. അവനൊരു കൊല്ലം ഒരു ബാംഗ്ലൂർ നല്ലൊരു ഫിറ്റ്നസ് സെന്ററിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ ഫിറ്റ്നസ് ഫസ്റ്റിലേക്ക് ജോയിൻ ചെയ്തു. 4 ഇന്റർവ്യൂകളും 3 ഇന്റർവ്യൂ ഇപ്പൊ ആൾറെഡി കഴിഞ്ഞൊരു ഇന്റർവ്യൂ ബാക്കിയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടാണ് ആളെ പേഴ്സ് ഇപ്പൊ ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ 1-2 ഇന്റർവ്യൂ ബാക്കിയുള്ളവന് കഴിഞ്ഞാൽ പേഴ്സണൽ ട്രെയിനർ ആയിട്ട് കൊടുക്കും. പക്ഷെ അവിടേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഒരു രാജ്യത്തും ഒരു വിദേശത്തും പോകാതെ തന്നെ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്ത് നല്ല മാന്യമായ പൈസ ഉണ്ടാക്കും. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡിലേക്കാണ് നമ്മുടെ സിലബസും നമ്മുടെ സിസ്റ്റവും ഒക്കെ ഉള്ളത്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ എത്രമാത്രം മനസ്സ് വെക്കുന്നു, അതിന് നിങ്ങൾക്ക് എന്താ പറയുക, കമ്മിറ്റ്മെന്റ് വേണം, ഹാർഡ് വർക്കിംഗ് വേണം, അത്യാവശ്യം IQ വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി കൂടുതൽ പഠിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് വേണം, നടപ്പിലാക്കാനുള്ള. പാഷൻ മാത്രം പോരാ, ആപ്റ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി. ഇത്ര ഉണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ട്രെയിനേഴ്സ് അവിടെ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീസ് അടച്ച് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു എൻറോൾമെന്റ് ഫോം അയച്ചുതരും. അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് വായിക്കണം. വായിച്ച് അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ എഗ്രി ആണെന്നുള്ളതിന്റെ എന്താ പറയാ ഡിക്ലറേഷൻ ആണത്. അത് വായിച്ച് മനസ്സിലാക്കി വേണം എൻറോൾ ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ നമ്മൾ ആണ് എന്താ പറയാ ഒരു യൂണിവേഴ്സിറ്റി, അതുമാതിരി തന്നെ അക്രഡിറ്റേഷനുള്ള ഒരു കോളേജിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ നമ്മൾ കോഴ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള
അലൈൻമെന്റ് നമുക്കുണ്ട്. അതുപോലെ ഇറപ്സ് ലെവൽ ഫോർ യൂറോപ്യൻ ഗവൺമെന്റുമായിട്ടുള്ളതുകൊണ്ട് 1200 വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഓരോ വിഷയത്തിലും എത്ര വീഡിയോസ് വെച്ചിട്ട് ആണെന്നുള്ളത് ഞാനൊന്ന് നോക്കി പറഞ്ഞുതരാം. ഇതെവിടെ ഉണ്ട്? അഡ്വാൻസ് ട്രക്ക് ട്രെയിനിങ് 600 വീഡിയോ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മെയിലിൽ അയച്ചു 600 വീഡിയോസ് പഠിക്കാം നിങ്ങൾക്ക്. അതൊക്കെയാണ് നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവൻ നമുക്കൊന്ന് 1200 വീഡിയോ നമുക്ക് ഈ 4.5 മാസം കൊണ്ട് പഠിപ്പിക്കാൻ എളുപ്പമല്ല. പക്ഷെ ഇതിലൊരു എന്താ പറയുക, ഏറെക്കുറെ പകുതിയുടെ അടുത്തോളം നമ്മൾ പഠിപ്പിക്കും. എന്താ പറയുക, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട്. FSTയിൽ 125 വീഡിയോ ഉണ്ട്. ഫങ്ഷൻ റേഞ്ച് ഓഫ് ഫങ്ഷൻ 250 വീഡിയോ ഉണ്ട്. പ്ലയോമെട്രിക്സ് ആൻഡ് എജിലിറ്റിയിൽ നിങ്ങൾക്ക് 125 വീഡിയോ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് CPR 20 വീഡിയോ ഉണ്ട്. ഫിറ്റ്നസ് അസസ്മെന്റിൽ 65 വീഡിയോ. ഇങ്ങനെ 1200 വീഡിയോ ആണ് ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നത്. പഠിപ്പിക്കാനായിട്ട് ഓരോ സബ്ജക്റ്റുകളും പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. അതൊക്കെ നോക്കിയിട്ട് മാസ്റ്റർ ചെയ്യാൻ പഠിക്കണം. കോഴ്സ് കഴിഞ്ഞാൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് പഠിക്കണം. കാരണം കോഴ്സിൻ്റെ ഇടയിൽ അതിനൊന്നും, കാരണം ക്ലാസ്സിലെടുക്കണതിനെ പഠിക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടില്ല. പ്രാക്ടിക്കലായും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലും അസൈൻമെന്റുകളും അത്രയധികം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ടാവും. ഇത്രയധികം വീഡിയോ കൊടുക്കുന്ന ഒരു PT കോഴ്സ് ലോകത്ത് തന്നെ ഇല്ല. നിങ്ങൾ വേണേൽ അന്വേഷിച്ചോ. പിന്നെ ഞാൻ പറഞ്ഞ ഇറപ്സ് ലെവൽ 4 52 രാജ സാറും പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ അതായത് മാർക്കറ്റിൽ അന്വേഷിക്കുക. അപ്പൊ നിങ്ങൾ ഇതിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇതിൽ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ, ചിലവർ ജോയിൻ ചെയ്യാൻ താല്പര്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ സെമിനാറിൽ പങ്കെടുത്തു. നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിക്കുക. ഇപ്പൊ നമ്മൾക്കാണ് ഒരു നാഷണൽ അതോറിറ്റിയുടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഇതുള്ള നാഷണൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. എന്നിട്ട് പോലും നമ്മുടെ ഫീൽഡ്സ് മറ്റുള്ള ഇതര അക്കാദമികൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് പല അവകാശവാദങ്ങളും എല്ലാവരും പറയും. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിരിക്കും പറയും. അവരുടെ ഫീസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കി 50% ഫീസ് നമ്മുടേത് വരുന്നത് മനസ്സിലുണ്ടോ? എന്നാൽ അതില് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷവും പ്രൈവറ്റ് ഡിപ്ലോമ കോഴ്സുകൾ മനസ്സിലുണ്ടോ? എന്നിട്ട് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ മേടിക്കുന്നവർ നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ അവരുടെ ക്രെഡിബിലിറ്റി അതും പുറത്ത് അന്വേഷിക്കുക. നമ്മൾ ഒരു കോഴ്സിനെ കുറിച്ചും ഒരു അക്കാദമിയെ കുറിച്ചും ഒരാളെ പറ്റി നമ്മുടെ നാവിൽ നിന്നൊരു വാക്കുകൊണ്ട് നമ്മൾ പരാമർശിക്കില്ല. അത് നമ്മുടെ പണിയല്ല, അത് നമ്മുടെ എത്തിക്സിന് ചേർന്നതല്ല. അത് ഞങ്ങളെപ്പറ്റി എന്നെപ്പറ്റി അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാവും. ആ സ്ഥലത്ത് മറ്റുള്ളവരെന്താ ചെയ്യുക? നമ്മളെപ്പോലുള്ളവരെ ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തെറ്റിദ്ധരിക്കും. അതൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്നത്. അതൊന്നും വില പോകില്ല അവിടെ. എന്നാൽ നമുക്ക് വല്ല പരസ്യങ്ങളുണ്ട് ഒരിടത്ത് നമ്മളെ പറയാം. ഇതൊക്കെ പോട്ടെ. അപ്പൊ നിങ്ങൾ ഇതിൽ പലരും വന്ന് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ തിരിച്ചു വിളിക്കും. ഇത് ചേരാത്തവരെ ഒരാളെ വിളിക്കും. നിങ്ങൾ ഇതിൽ ചേർന്നിട്ടുള്ള ഇതിലിപ്പോൾ വന്നിട്ടുള്ള കുറെ പേര് ചേർന്നിട്ടുള്ള ഒരാളെ പോലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവില്ല. ചേരുന്നതിന് മുമ്പ് ചേർന്നിട്ടായാലും വിളിച്ചിട്ടുണ്ടാവില്ല. ആ പരിപാടി നമുക്കില്ല. കാരണം നിങ്ങൾക്ക് അറിയാനുള്ള സാധനങ്ങളൊക്കെ അയച്ചു തരും. എന്നിട്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. അത് പഠിക്കാൻ തന്നെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്ന സാധനം തന്നെ പഠിക്കാൻ തന്നെ 2-3 ദിവസം. അത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും, സംശയങ്ങൾ തീർക്കും, കാര്യങ്ങൾ ചെയ്യും. എന്നാലും ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് വിളിക്കില്ല. ഇന്നവർ ചെയ്തിട്ടില്ല. മനസ്സിലുണ്ടോ? അതാണ് നമ്മുടെ കാരണം. നമുക്ക് അത്ര ആത്മവിശ്വാസം, ഇത് ബുദ്ധിയും ബോധമുള്ള ഒരിടത്തും പോകും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റീസ് നേരത്തെ പറഞ്ഞില്ല. ഇറപ്സ് ലെവൽ 4 പോലുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന ആളുകൾക്ക് എന്താ പറയാ 6-7 തവണ വരെ എടുക്കും ഇൻസ്റ്റാൾമെന്റ്. അതായത് ലെവൽ 3 4 ഇൻസ്റ്റാൾമെന്റ് മാക്സിമം കിട്ടും.
മുംബൈ യൂണിവേഴ്സിറ്റി CCPT 2 ഇൻസ്റ്റാൾമെന്റ് കിട്ടും. അപ്പൊ എത്ര 4-2-6 അത് കഴിഞ്ഞ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ NSQ ലെവൽ 4 അതായത് മുന്നെടുക്കാം. 10th പാസ്സുള്ളവർക്ക് എടുക്കാം. അതിന് എന്താ പറയാ ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം. അപ്പൊ 7 തവണ 4-2-6 7 പിന്നെ EREPS 5500 ലാസ്റ്റ് 8 തവണ ആയിട്ട് അടയ്ക്കാം. EREPS വരെ. ആ സ്ഥാനത്ത് മറ്റുള്ളവരൊന്നും എടുത്ത് നോക്കിയേ. ഇവിടെ ഏറ്റവും കൂടുതൽ ഫീസ് മേടിക്കുന്നവർ 1 ടൈമാണ് 10,000 മറ്റോ അഡ്മിഷൻ ഫീസ് മേടിക്കും. അത് കഴിഞ്ഞാൽ 1 ടൈമൊക്കെ. കാരണം അവിടുത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പലരും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പോക്ക് ഗുണ്ട് സാധനമാണെന്ന് മനസ്സിലായി. ഇത് കാശ് പോക്കാന്ന് കാണുമ്പോൾ അവർ പൈസ തിരിച്ചു ചോദിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ അവർ അടച്ചത് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പോകും. ബാക്കിയുള്ളത് കൊടുക്കണ്ടല്ലോ, അത്രയും ലാഭം. പക്ഷെ ഇവര് അവിടെ ഇൻസ്റ്റാൾമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഒരുമിച്ച് അടയ്ക്കണം. അപ്പൊ എന്താ ഇത് പോക്കെന്ന് മനസ്സിലാകുമ്പോൾ അവർ കേസിന് പോകും. ഇവൻ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും കേസെടുക്കില്ല. പല അക്കാദമീസ് അത്ര ഇൻഫ്ലുവൻസ്ഡ് ആണ്. അവർ പറയും, മക്കളെ ഇവിടെ നിങ്ങൾ മെനക്കെട്ടിട്ട് കാര്യമില്ല, പരാതി തന്നിട്ട് കാര്യം, നിങ്ങൾ നേരിട്ട് കോടതി പൊക്കോളാൻ. എത്രയോ കേസ് കോടതിയിൽ നടക്കുന്നത്. നമ്മൾക്ക് ഒരു ഭയവും ഇല്ല. ഞാൻ പറയാം, ഞങ്ങൾ ഒരാളെ വിളിക്കില്ല, ഒരു ഭയവും ഇല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന 6 തവണ 7 തവണ ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ പോലും എല്ലാം കൊണ്ട് ഒരുമിച്ച് തന്നാൽ ഞങ്ങൾ മേടിക്കില്ല. ലെവൽ 3 ഫീസ് ഒരുമിച്ച് തരാം. ബോംബെ യൂണിവേഴ്സിറ്റി CCPT ഫീസ് ഒരുമിച്ച് തരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQ ലെവൽ 4 ഫീസ് ഒരുമിച്ച് തരാം. EREPS ഒരുമിച്ച് തരാം. അപ്പോഴും 4 ഘട്ടമായിട്ടാണ് ലംസ് അടയ്ക്കാൻ പറ്റും. ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് 19,000 രൂപ ഒരുമിച്ച് കൊണ്ടു തന്നാൽ നമ്മൾ മേടിക്കില്ല. ഇതിൽ ചേർന്ന കുട്ടികൾ വരെ ഉണ്ട്, അവർക്കറിയാം. ചിലര് കയ്യിൽ കാശ് ഇരുന്ന ചെലവായി പോകും. സാറ് ലെവൽ 3 ഫീസ് ക്ലോസ് ചെയ്തിട്ട് അതുമാതിരി CCPT ഫീസും അത് കഴിഞ്ഞ CCPT കോഴ്സും എടുത്തിട്ട് ബാക്കിയുള്ളത് സാറോടെ വെച്ചോ, എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് അപ്ഗ്രേഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റ് തന്നിട്ടുണ്ട് എൻ്റെ പേരിലും എനിക്ക്. അപ്പോഴും നമുക്കതിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അറിയോ, അത് വിശ്വാസത്തിന്റെ പുറത്താണ്. ഇപ്പൊ ചേർന്നിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള രീതിയിൽ നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്തുണ്ട്. കാരണം 10-27 കൊല്ലമായി ഒരു ലീഗൽ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായിട്ടില്ല, ഒരു പരാതി നമുക്ക് ഉണ്ടായിട്ടില്ല. ഒന്നാമത് നമ്മുടെ കുട്ടികളോട് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്, അവരെ എത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ എന്തുമാത്രം സ്ട്രെയിൻ എടുക്കുന്നുണ്ടെന്ന് അറിയോ ഈ കുട്ടികൾ, ഈ തലക്കയറാത്ത കുട്ടികളൊക്കെ വരുമ്പോൾ. അപ്പൊ ആ സ്ട്രെയിൻ ഒന്ന് കുറയ്ക്കാനാണ് നമ്മളിപ്പോ ഇനി മുതൽ +2-കാരെയും 10th-കാരെയും ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നത്. കാരണം നമുക്ക് ഭയങ്കര ലോഡ് കൂടുക. ഈ കുട്ടി ഇതൊരു വലിയ സിലബസും വലിയ ക്ലാസ്സും അല്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവിടെ അടുത്ത പോയിന്റ് അതാണ്, മാർക്കറ്റ് ഫ്രണ്ട്ലി. നമ്മൾക്ക് 50% മറ്റുള്ളവരെക്കാളും ഫീസ് കുറവാണ്. എന്നാൽ സിലബസ് നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ വോളിയം നോക്കുമ്പോൾ 200% ഇരട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പഠിപ്പിക്കാൻ കൊടുക്കുന്നത്, നമ്മൾ ലേണിംഗ് റിസോഴ്സസ് പഠിക്കാൻ കൊടുക്കുന്ന സാധനങ്ങൾ, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ 200% കൂടുതലാണ്. ഇരട്ടി മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാവിധ ഹെൽപ്പ് സാർ അത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിന്റെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് അഡ്വൈസസ് വേണോ, അത് സാറിനെ പോലുള്ളവർ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ടുള്ള എല്ലാ തരം ഗൈഡ് ലൈൻസും തരും. ഒരു സ്ഥാപനം എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഓൺലൈൻ ട്രെയിനിങ്, അത് നിങ്ങൾ ഇതിൽ പഠിക്കാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഉള്ള എന്താ പറയാ അഡ്വൈസസ് കാര്യങ്ങൾ. അതുമാതിരി തന്നെ നമ്മൾക്കൊരു ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് ഒരു സംഘടന ഉണ്ട്, വാസ്കോൺ പ്രോ. അത് ഓൾ ഇന്ത്യ ലെവലിലുള്ളതാണ്. അതിൽ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഫ്രീ മെമ്പർഷിപ്പാണ്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് UAE-യിലായാലും ഇവിടെ ആയാലും നമ്മൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചോദിക്കുന്നവര് ഓഡിയോ തുറക്കണം, വീഡിയോ തുറക്കണം. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി വല്ല നെറ്റ് കട്ടായി പോവേ. ഞാൻ ഒറ്റയ്ക്കിരുന്നു ഇത്ര നേരം ക്ലാസ് എടുത്തെന്ന് വിചാരിച്ചു.
എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ മാസം 30-ാം തീയതി ഒക്ടോബർ 30-ാം തീയതി ആണ്, 30-31 വ്യാഴാഴ്ച ആണ് ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ മാസവും പുതിയ ബാച്ച് ഉണ്ടോ? എല്ലാ മാസവും ഇല്ല. നമ്മളൊരു 3 മാസത്തിലൊരിക്കലാണ് നമ്മൾ ബാച്ചുകൾ ഉണ്ടാവുക. ഇപ്പൊ നിലവിൽ നമുക്ക് 2 ദിവസം മുന്നേ ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ബാച്ച് മാറ്റി നിർത്തിയപ്പോ നിലവിൽ 2 ബാച്ച് റണ്ണിങ്ങിൽ. പുതിയ ബാച്ച് ഒക്ടോബർ 30 എങ്ങനെ? പുതിയ ബാച്ച് ഒക്ടോബർ 30 ഒക്ടോബർ 30 അതിന് മുന്നേ നിങ്ങൾ ഫീസ് അടയ്ക്കണം. കാരണം അഡ്മിഷൻ അടച്ച്, അതായത് 5000 രൂപയോ അതിൽ കൂടുതലോ അടച്ച് എടുക്കാൻ പറ്റുന്നത് ഇനിയൊരു 5-10 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. ലംസമായിട്ടോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ. ഒരു 5-6 ദിവസം കൂടി, 5-10 ദിവസം മാക്സിമം കിട്ടും അഡ്മിഷൻ ആയിട്ട് എടുക്കാനായിട്ട്. എന്നാലും പക്ഷെ 10 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് 17-ാം തീയതി ആയിട്ട് അല്ലെ? ഇന്ന് 7-ാം തീയതി 17-ാം തീയതി ആവും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 10 ദിവസമാണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ഫീസ് ആയിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ലംസമായിട്ടാണെങ്കിൽ ഈ അഡ്മിഷൻ സമയത്ത് കൊടുത്ത പൈസ കഴിച്ച് ബാക്കിയുള്ളത് അടച്ചു തീർക്കണം. അപ്പൊ 10 ദിവസം കിട്ടില്ല, ഒരാഴ്ച സമയം ഉണ്ടാവുള്ളൂ ഇനി അഡ്മിഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. സെക്കൻഡ് ബാച്ച് പറയുമ്പോൾ ജനുവരിയിലായിരിക്കും. അതായത് ഇതിപ്പോ ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, ജനുവരി. അതിന്റെ രജിസ്ട്രേഷൻ എപ്പോഴും ഓപ്പൺ ആവുക? കാരണം എനിക്ക് നവംബറിൽ തിരക്കായത് കാരണം 2 മാസം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പൊ നവംബർ, ഡിസംബർ, ജനുവരി, ഒരു ഡിസംബർ ലാസ്റ്റോട് കൂടി അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങും. ഓക്കെ. എന്നിട്ട് ജനുവരി ഫസ്റ്റ് വീക്ക് തുടങ്ങും, അതോ മിഡ് ആയിരിക്കും? അത് നമ്മൾക്ക്, അതായത് ചില ബാച്ചുകള് ചേരാമെന്ന് പറഞ്ഞ്, ഉദാഹരണത്തിന് കഴിഞ്ഞ ബാച്ച് ചേരാമെന്ന് പറഞ്ഞവരെ ഒരു 90% ആൾക്കാരും ചേർന്നു. അത് ചേർന്നതിന്റെ സ്പീഡ് കേട്ട അത്ഭുതം തോന്നും. ഒരു എന്താ പറയാ, ഒരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തൊരു 15-20 ദിവസത്തിനുള്ളിൽ 60-70 പേരോളം അഡ്മിഷൻ എടുക്കും. അപ്പൊ നമ്മളാ ക്ലാസ് പെട്ടെന്ന് തുടങ്ങി. ഈ ബാച്ച് ചേരാമെന്ന് പറഞ്ഞ് ആൾറെഡി 55-60 പേര് ഉറപ്പ് തന്നിട്ടുണ്ട്, വാക്കാലുള്ള ഉറപ്പ്, രജിസ്ട്രേഷൻ ചെയ്തു, ഫീസൊന്നും മേടിക്കാതെ. പക്ഷേ ഈ ബാച്ച് അവര് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഒരു 25 പേരാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് ഈ ബാച്ചിൽ ഡിലേ വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ബാച്ച് പോലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലുള്ള വെബിനാർ കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ ക്ലാസ് കൊടുക്കും. അല്ല, ഈ പറയുന്ന ഒരു പൈസ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടോട് ഡിലേ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു 5-10 ദിവസം കൂടെ. അപ്പൊ അതിന് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഒക്ടോബറിലേക്ക് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഇടയിൽ 1-2 വേറെ സ്പെഷ്യൽ കോഴ്സുകളുണ്ട്. എക്സൈസ് മെഡിസിൻ കോഴ്സുണ്ട്, ഏഷ്യ കോളേജ് ഓഫ് എക്സൈസ് മെഡിസിന്റെ. അപ്പൊ അത് ഉള്ളത് കൊണ്ടാണ് കുറച്ചങ്ങനെ നീങ്ങിയത്. അല്ലെങ്കിൽ ഒരു 20-25 തീയതി തുടങ്ങിയത് നമ്മൾ ഈ മാസം 20-ാം തീയതി തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്നതുകൊണ്ടാണ് കുറച്ചങ്ങനെ തള്ളിയത്. പിന്നെ ഈ റെപ്സ് എടുക്കണമെങ്കിൽ ഫസ്റ്റത്തെ 4 മാസത്തെ ഇത് ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ? ലെവൽ 3 ലെവൽ 4 ഈ റെപ്സ് നമ്മുടെ റിസൾട്ട് വന്നിട്ട്, എക്സാം ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് അപ്പൊ ഫസ്റ്റത്തെ ഒരു 6 മാസമൊക്കെ കഴിയണ്ടേ? 6 മാസം, 4 മാസം ഓൺലൈൻ, 4 മാസം കോഴ്സ്, പിന്നെ ഒരു 15-20 ദിവസം, 25 ദിവസത്തിനുള്ളിൽ എല്ലാ എക്സാമും തരും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSQ ലെവൽ 4 ഒഴിക്കുക. അത് റിസൾട്ട് വന്നിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യുക. അത് 10ാം ക്ലാസ് ഉള്ളവർക്ക് അത് ചെയ്യാൻ എലിജിബിൾ ആണ്. 10ാം ക്ലാസ് ഉള്ളവർക്ക് 10ാം ക്ലാസ് അതിന്റെ മിനിമം യോഗ്യത. അപ്പൊ അത് ഉള്ളവർക്ക് എലിജിബിൾ ആണ്. പക്ഷെ സാധാരണ റിസൾട്ട് വന്നിട്ടാണ് പ്രോസസ് ചെയ്യുക. കാരണം അത് ഈ റെപ്സിന് മാത്രമേ ഈ ലെവൽ 3യും അതുപോലെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ്. അപ്പൊ അതിന്റെ അവർ തമ്മിൽ ടൈപ്പ് ആയതുകൊണ്ട്, പാർട്ണർഷിപ്പ് ആയതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതുകൊണ്ട് എടുക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ അത് വേണ്ട. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കമ്പൽസറി അല്ല ഇന്ത്യയിൽ. പിന്നെ ലെവൽ 3 ലെവൽ 4 ഓൺലൈൻ എത്ര മാസം ഉണ്ട്? 4 മാസം അല്ലേ? 4 മുതൽ 4.5 മാസം. ഓൺലൈൻ 4 മാസം ഉണ്ടാവും. ചിലപ്പോൾ ഈ ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ച് നടക്കും. അതായത് ലെവൽ 4ന്റെ ക്ലാസ്
ഡയറ്റ് സപ്ലിമെന്റ്സ് സ്പെഷ്യൽ പോപ്പുലേഷൻ അങ്ങനെയുള്ള ക്ലാസ് ആഴ്ചയിൽ 2 ദിവസം ആയിട്ട് ഓൺലൈനിലും നടക്കും, 2 ദിവസം പ്രാക്ടിക്കലും നടക്കും. മനസ്സിലായോ? മുഴുവൻ കഴിയാൻ ചിലപ്പോൾ നിൽക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ തുടങ്ങും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പ്രാക്ടിക്കൽ അധികം ഞാൻ എടുക്കുന്നു ഓഫ്ലൈൻ. അപ്പൊ എനിക്കിപ്പോ അടുത്ത മാസം വല്ല പുറത്തേക്കുള്ള യാത്ര, ഇപ്പൊ യുഎയിലും മറ്റൊക്കെ ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്ക് പുറത്ത് പോകാറുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുന്നു കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ ചെയ്യും. തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ഉണ്ട്. ഓൺലൈൻ തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ തിയറി കഴിഞ്ഞിട്ടായിരിക്കും പ്രാക്ടിക്കൽ ഉണ്ടാവുക. അത് ഫാക്കൽറ്റിയുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ചെയ്യും. എങ്ങനെയായാലും 4.5 മാസത്തിൽ കൂടില്ല മാക്സിമം, അല്ലെങ്കിൽ 4 മാസം കൊണ്ട് തീരും. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. സർ, ഇതിൽ പറയുന്നുണ്ട് ഇറെപ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 70% മുകളിൽ വേണമെന്ന്. അപ്പോ അത് ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. മിനിമം 70% സ്കോർ ചെയ്ത ഓ ഗ്രേഡ് ആണ്. അപ്പൊ ഗ്രേഡ് എ ഉണ്ടെങ്കിൽ ഇറെപ്സ് കിട്ടില്ല എന്നാണോ? ഇല്ല, അപ്സ്കിൽ ചെയ്യണം. അത് നിങ്ങൾക്ക് അത് വേഗം തന്നെ അപ്സ്കിൽ ചെയ്യാനുള്ള, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ പേടിക്കണ്ട. കാരണം എ ഗ്രേഡ് മേടിക്കാൻ കഴിവുള്ളവർക്ക് ഓ ഗ്രേഡ് കിട്ടും. കാരണം എ ഗ്രേഡും ഓ ഗ്രേഡും ഒക്കെ വളരെ അടുത്തടുത്ത് നിൽക്കുന്നതാ. പഠിക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും, അത് ഈവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എടുത്ത് വരുന്നവനാലും കിട്ടും. മനസ്സിലുണ്ട? ഇപ്പൊ ഒരു ബാച്ചിൽ 10ാം ക്ലാസിന്റെ യോഗ്യത ഉണ്ടായിരുന്നു, അവന് 10ാം ക്ലാസ് അല്ലെ +2 എടുത്ത് വന്ന് പിന്നത്തെ ബാച്ചിൽ ചെയ്താൽ അവനും ഓ ഗ്രേഡ് കിട്ടും. ഇത് നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും? നിങ്ങൾ ഗ്രേഡിനെ പറ്റി ബോധർ ചെയ്യണ്ട. നിങ്ങളുടെ മനസ്സ് ഇതിനു വേണ്ടി സമർപ്പിക്കാൻ വന്നിട്ടുള്ളതാണെങ്കിൽ അയാൾ ഓ ഗ്രേഡ് മേടിച്ചിട്ട് പോകുന്നു ഉറപ്പായിട്ടും. ഇതാർക്കാണ് ബിയും സിയും എയിലേക്കൊക്കെ വരുന്നത്? എ പിന്നെയും കുറച്ചും കൂടി ക്വാളിഫൈഡ് ആണ്, വെരി ഗുഡിലൊക്കെ വരുന്നതാണ്, എക്സലന്റിലാണ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. ആ സ്ഥാനത്ത് ഈ ഗുഡ് ആവറേജിൽ വരുന്നതാണ് ഈ പറയുന്ന സിയും ബിയും ഒക്കെ. അതെന്ന് പറഞ്ഞാല് ഒരു ചടങ്ങിന് വേണ്ടി പഠിക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റിന് വേണ്ടി പഠിക്കാൻ പറ്റുന്നവർ മാത്രം അങ്ങനെ ഉണ്ടാവും. അല്ലാത്തവർക്കൊക്കെ നല്ല ഗ്രേഡിൽ വരും. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യണ്ട. വെറും സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം തട്ടിമുട്ടി പഠിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ തീരെ തലേ കയറില്ല. എങ്ങനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലും തലേ കയറില്ല, എങ്ങനെ അവർ പരിശ്രമിക്കാൻ നോക്കിയാലും തലേ കയറാത്ത ആൾക്കാർ, അവരൊക്കെയാണ് തട്ടിമുട്ടി പാസ്സാകും. അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അവരൊന്ന് അപ്സ്കിൽ ചെയ്യണം. അത് ഓൺലൈനിൽ തന്നെ അപ്സ്കിൽ ചെയ്യാവുന്നുള്ളൂ. അത്തരക്കാർക്ക് 2500 രൂപ കണ്ട് അതിന് അപ്സ്കില്ലിംഗ് ഫീസ് വരുന്നു. സാർ, ഒരു ചെറിയ ഡൗട്ട്. പറഞ്ഞോളൂ. സാർ, നമുക്കിപ്പോ ലെവൽ 4 വരെയാണോ ഈ ഫിറ്റ്നസിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്? അതിന് മേലേക്കുണ്ടോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലെവൽ 5 മറ്റൊക്കെ ഈ പറയുന്ന NSQR ലെവൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊന്നും ഓഫ് റെക്കോർഡിൽ എടുത്തിട്ടുണ്ട്.